ഇത് രാജ്യത്തെ എല്ലാ ഭാഷയിലും തന്നെ ന്യൂസ് അപ്ഡേറ്റ്സ് ആരംഭിക്കുന്നു. തലക്കെട്ടുകൾ. വിധികാത്ത് രാജ്യം. വോട്ടെണ്ണൽ രാവിലെ 8 മുതൽ വെളുപ്പിന് 5:30 സ്ട്രോങ് റൂമുകൾ തുറക്കും. ആഘോഷത്തിനൊരുങ്ങി BJP, പ്രതീക്ഷയോടെ കോൺഗ്രസ്. ട്വന്റി അടിക്കുമെന്ന് UDF. 10-ൽ കൂടുതൽ സീറ്റുകളെന്ന് LDF. 2 സീറ്റ് ഉറപ്പെന്ന് BJP. നെഞ്ചിടിപ്പോടെ സ്ഥാനാർത്ഥികൾ. വടകരയിൽ അധിക സേനയെ വിന്യസിച്ചു. എക്സിറ്റ് പോളിൽ വിശ്വാസമില്ലെന്ന് ശശി തരൂർ. തിരുവനന്തപുരത്ത് ശുഭപ്രതീക്ഷ എന്ന് രാജീവ് ചന്ദ്രശേഖർ. കേന്ദ്ര സർക്കാരിനുള്ള അംഗീകാരമായിരിക്കും ജനവിധിയെന്ന് V. മുരളീധരൻ. 2004 സമാനമായ സാഹചര്യമുണ്ടാകുമെന്ന് MP രാജേഷ്. പോളുകളിൽ കോർപ്പറേറ്റ് താൽപര്യമെന്ന് എക്സിറ്റ് പോളുകളിൽ കോർപ്പറേറ്റ് താൽപര്യമെന്ന് ബിനോയ് വിശ്വം. വോട്ടെണ്ണലിന് ഒരുക്കങ്ങൾ പൂർണ്ണമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. പരാതികളിൽ പക്ഷപാതം കാണിച്ചിട്ടില്ല. 64.2 കോടി ആളുകൾ വോട്ട് ചെയ്തു. വോട്ട് ചെയ്തതിൽ 31.2 കോടി വനിതകളെന്നും കമ്മീഷൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ഇവിടെ റിസൾട്ട് ഹബ്. ഇവിടെ ഓരോ സംസ്ഥാനത്തിനും അതിൻ്റെതായ പ്രതിനിധികൾ, ന്യൂസ് 18 പ്രതിനിധികൾ ഇവിടെ നിന്നിട്ട് കൃത്യമായ കണക്കുകൾ സ്ക്രീനുകളിൽ എത്തിക്കുന്നു. ജനവിധിയുടെ ഓരോ നിമിഷവും നിങ്ങളിലേക്ക്. സമഗ്ര കവറേജിനൊരുങ്ങി ന്യൂസ് 18. കൃത്യം കണക്കുകൾക്ക് വിപുലമായ ഡേറ്റ ഹബ്ബ്. ഇടവേളകളില്ലാതെ തത്സമയം രാവിലെ മുതൽ. എക്സിറ്റ് പോൾ പ്രവചനത്തിൽ മുന്നേറി ഓഹരി വിപണി. സെൻസെക്സിലും നിഫ്റ്റിയിലും 3% മുന്നേറ്റം. റെക്കോർഡ് നേട്ടത്തിൽ നിഫ്റ്റി. പുതിയ അധ്യയന വർഷത്തിന് വർഷത്തുടക്കം. കുരുന്നുകളെ സ്വീകരിച്ച സ്കൂളുകൾ. പൊതുവിദ്യാഭ്യാസ മേഖലയെ കണ്ണിലെ കൃഷ്ണമണി പോലെ സംരക്ഷിക്കണമെന്ന് മുഖ്യമന്ത്രി. മൂന്നാർ ഗ്യാപ് റോഡിൽ അപകട ഓട്ടം. തല പുറത്തിട്ടും ഡോറിലിരുന്നും യാത്ര. ദൃശ്യങ്ങൾ പുറത്ത്. അന്വേഷണം ആരംഭിച്ച് MVD. കാറിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിയ ടെക്കിക്കെതിരെ കേസ്. വിധികാത്ത രാജ്യം. Political Grand Finale. Co-presented by Berger Paints, 100 years of trust. Educational partners, IBIS Group of Educational Institutions. ഇനി കണ്ണടച്ചല്ല, കണ്ണ് തുറന്ന് സ്വപ്നം കാണാം. IBIS-ലൂടെ Indian Institute of Commerce, ലക്ഷ്യ. Join Indian Institute of Commerce, ലക്ഷ്യ. 21ാം വയസ്സിൽ ലൈഫ് ഈസ് സെറ്റിൽ. And Jain deemed to be University, Kochi. Be the change, be the future with Jain deemed to be University, Kochi. രാജ്യം ആര് ഭരിക്കുമെന്നറിയാൻ ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പ്. നാളെ രാവിലെ 8 മണി മുതലാണ് വോട്ടെണ്ണൽ ആരംഭിക്കുക. എക്സിറ്റ് പോൾ പ്രവചനങ്ങളെ BJP സ്വീകരിക്കുമ്പോൾ പ്രവചനം തള്ളിക്കളയുകയാണ് ഇന്ത്യ മുന്നണി. കിരൺ ബാബു ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ പങ്കുവെക്കും. കിരൺ, എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ ഏതാണ്ട് എല്ലാം NDAക്ക് അനുകൂലമാണ്. പക്ഷേ അപ്പോഴും 295 എന്ന മാന്ത്രിക സംഖ്യയിലാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ കണ്ണ്. എന്താണ് വിവരങ്ങൾ? രഞ്ജിത്ത്, 141 കോടി ജനങ്ങൾ അധിവസിക്കുന്ന ഇന്ത്യ മഹാരാജ്യം
അടുത്ത 5 വർഷം ആരാവും ഭരിക്കുക എന്ന് അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഒരേപോലെ പ്രതീക്ഷയിലാണ് ഇരു മുന്നണികളും. എന്നാലും വലിയ പ്രതീക്ഷയുള്ളത് ഇപ്പോഴും NDA മുന്നണിക്ക് തന്നെയാണ്. ഇതുവരെ പുറത്തു വന്ന എക്സിറ്റ് പോൾ ഫലങ്ങളെല്ലാം തന്നെ NDA മുന്നണിക്ക് ആധികാരികമായ വിജയം ഉറപ്പു നൽകുന്നതാണ്. ഒരു എക്സിറ്റ് പോളിൽ പോലും ഏതെങ്കിലും തരത്തിൽ വിജയത്തിൽ ഭൂരിപക്ഷത്തിൽ ഒരു കുറവുണ്ടാവും എന്നതുപോലും പറയുന്നില്ല. അത് 300 മുതൽ 400 സീറ്റ് വരെ, 400 സീറ്റ് എന്ന നരേന്ദ്രമോദിയുടെ പ്രഖ്യാപനമടക്കം മറികടന്നുകൊണ്ടുള്ള വിജയം വരെ പ്രഖ്യാപിക്കുന്ന അല്ലെങ്കിൽ വിജയം വരെ പ്രവചിക്കുന്ന എക്സിറ്റ് പോളുകൾ പുറത്തു വന്നിട്ടുണ്ട്. അതിന്റെ വലിയ ആത്മവിശ്വാസത്തിലാണ് BJPയും NDAയിലെ കക്ഷികളും. BJPയുടെ ഡൽഹിയിലെ ഓഫീസ് മുതൽ തന്നെ കേരളത്തിലെ ഓഫീസുകളിലടക്കം എല്ലായിടത്തും തന്നെ ആഘോഷത്തിനുള്ള ഒരുക്കങ്ങളിലാണ്. മധുരപലഹാരങ്ങൾ വാങ്ങുകയും മറ്റ് ആഘോഷങ്ങൾക്കുള്ള ഒരുക്കങ്ങളും എല്ലായിടത്തും തുടങ്ങിക്കഴിഞ്ഞു. അത്തരമൊരു ആഘോഷ മൂഡിലേക്ക് NDAയുടെയും BJPയുടെയും പ്രധാനപ്പെട്ട നേതാക്കൾ മുതൽ ഏറ്റവും സാധാരണക്കാരായ അണികൾ വരെ എത്തിച്ചേർന്നൊരവസ്ഥയാണ് ഇന്ത്യ ആകമാനമുള്ളത്. നാളെ അവർ ഇനി ആഘോഷത്തിലേക്ക് കടക്കുന്നു. അതിനു മുമ്പ് ഇനി ഫലമറിയണമെന്നുള്ളൊരു ചെറിയ അല്ലെങ്കിൽ അതിലേതെങ്കിലും തരത്തിൽ ആകാംക്ഷകളില്ലാതെ അതിനപ്പുറത്തേക്ക് വിജയത്തിന്റെ ആത്മവിശ്വാസത്തിലാണ് നിൽക്കുന്നത്. എന്നാൽ മറിച്ച് ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ, അത് കോൺഗ്രസിൻ്റെതായാലും തൃണമൂൽ കോൺഗ്രസിൻ്റെതായാലും DMKയുടേതായാലും ഈ നേതാക്കളെല്ലാം തന്നെ കേരളത്തിൽ വരുമ്പോൾ ഇടതു പാർട്ടികളടക്കം എല്ലാവരും തന്നെ ഇതിനെ പൂർണ്ണമായും എക്സിറ്റ് പോൾ ഫലങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. അത്തരത്തിലേക്ക് ഒരു ഫലം ഇന്ത്യയിൽ ഉണ്ടാവില്ല. 295 എന്നുള്ള സംഖ്യയിലേക്ക് ഇന്ത്യ മുന്നണി എത്തിച്ചേരും എന്നുള്ള ഒരു ആത്മവിശ്വാസമാണ് ഇപ്പോഴും പ്രകടിപ്പിക്കുന്നത്. പക്ഷേ ഈ നേതാക്കൾ പ്രകടിപ്പിക്കുന്ന ഈ ആത്മവിശ്വാസം താഴെത്തട്ടിലെ അണികൾക്കില്ല. കോൺഗ്രസ് ഓഫീസുകളിലോ മറ്റു പാർട്ടികൾ, ഇന്ത്യ മുന്നണിയിലെ പ്രധാനപ്പെട്ട പാർട്ടികളുടെ ഓഫീസുകളിലോ ഒന്നും ആ തരത്തിലേക്കുള്ള, തമിഴ്നാട്ടിൽ ഇപ്പോൾ DMKയുടെ ഓഫീസിൽ അങ്ങനെയല്ല. അവിടെ വലിയ ആഘോഷത്തിനുള്ള ഒരുക്കങ്ങളെല്ലാം തുടങ്ങിക്കഴിഞ്ഞു. അണികളൊക്കെ ഇപ്പോൾ തന്നെ DMK ഓഫീസുകളിൽ എത്തുകയും അത്തരത്തിലേക്കുള്ള ആഘോഷങ്ങളിലുമൊക്കെയാണ് നിൽക്കുന്നത്. പക്ഷേ മറ്റ് പ്രധാനപ്പെട്ട പാർട്ടികളുടെ ഒന്നും ഓഫീസുകളിൽ അത്തരത്തിലേക്കുള്ള ആഘോഷ പരിപാടികളിലേക്ക് അല്ലെങ്കിൽ അണികൾ അത്തരമൊരു ആത്മവിശ്വാസത്തിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ അപ്പോഴും അവർക്ക് നേതാക്കളുടെ വാക്കുകളിൽ വിശ്വാസമുണ്ട്. ഇന്ത്യ മുന്നണിക്ക് 295 കടക്കാനാവും. അല്ലെങ്കിൽ ഈ എക്സിറ്റ് പോളുകൾ കണ്ടതുപോലെ ഒരു വല്ലാത്ത പരാജയത്തിലേക്ക്, 200-ന് താഴെ എത്തുന്ന ഒരു പരാജയത്തിലേക്ക് ഇന്ത്യ മുന്നണി പോകില്ല എന്നുള്ള ആത്മവിശ്വാസം തന്നെയാണ് ഇവരുടെ എല്ലാം വാക്കുകളിൽ വ്യക്തമാകുന്നത്. ഈ എക്സിറ്റ് പോളുകളെ അവർ പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. എന്തായാലും നാളെ രാവിലെ 8 മണിക്ക് തന്നെ ഈ ഇന്ത്യ മഹാരാജ്യത്തെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രക്രിയയുടെ അന്തിമ വിധിയെഴുത്ത് പുറത്തു വരാൻ തുടങ്ങും. 8 മണിക്കാണ് വോട്ടെണ്ണൽ ആരംഭിക്കുന്നത്. 2 മാസത്തോളം നീണ്ട ഒരു വലിയ പ്രക്രിയയായിരുന്നു. ഏപ്രിൽ മാസം ആദ്യം തുടങ്ങി, ഇപ്പോൾ മെയ് മാസം അവസാനം ജൂൺ 4 വരെ നീളുന്നൊരു പ്രക്രിയ. ഏപ്രിൽ 16-നായിരുന്നു 1ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടന്നത്. ജൂൺ 1-നായിരുന്നു അവസാന ഘട്ട 7ാം ഘട്ട തെരഞ്ഞെടുപ്പ് നടന്നത്. അങ്ങനെ ഇത്രയും ഘട്ടങ്ങളിലൂടെ നടന്ന അതിവിശാലമായ ഒരു തെരഞ്ഞെടുപ്പിന് എല്ലാ മണ്ഡലങ്ങളിലെയും വോട്ടെണ്ണൽ, വോട്ടിന്റെ വിധി അറിയുന്നത് നാളെ തന്നെയാണ്. നാളെ രാവിലെ 8 മണിക്ക് തന്നെ ആദ്യം ബാലറ്റ് പേപ്പർ, പോസ്റ്റൽ ബാലറ്റ് എണ്ണാൻ ആരംഭിക്കും. പോസ്റ്റൽ ബാലറ്റ് എണ്ണാൻ ആരംഭിച്ചാൽ അത് പൂർത്തിയാവാൻ കാത്തു നിൽക്കാതെ 8:30-ക്ക് തന്നെ വോട്ടെണ്ണൽ, ഇലക്ട്രോണിക്സ് മെഷീനിലെ വോട്ടെണ്ണൽ ആരംഭിക്കും. വോട്ടെണ്ണൽ ആരംഭിച്ചാൽ ആദ്യ ഏതാനും 5-10 മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ആദ്യ ഫലസൂചനകൾ ചിലപ്പോൾ പുറത്തു വരും. എന്തായാലും 8-8:30യോടുകൂടി തന്നെ ഫലസൂചനകളെല്ലാം പുറത്തു വന്നു തുടങ്ങും. പിന്നീട് സാധാരണഗതിയിൽ ഏതെങ്കിലും മുന്നണിക്ക് ഏകപക്ഷീയമായ വിജയമാണെങ്കിൽ 10-11 മണിയോടുകൂടി ആ വിജയം പൂർണ്ണമായും ഇന്ത്യക്ക് നമുക്ക് അറിയാൻ കഴിയും. അതല്ല, ഒരു കിട്ടകിട്ടയുള്ള മത്സരത്തിലേക്കാണ് ഇന്ത്യ നീങ്ങുന്നതെങ്കിൽ സ്വാഭാവികമായും അവസാന ഫലമറിയാൻ കുറച്ചുകൂടി സമയമെടുക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും വലിയ ആവേശത്തിലാണ് BJPയും NDA മുന്നണിയിലെ മറ്റു പാർട്ടികളും BJP അനുകൂലിക്കുന്നവരുമെല്ലാം രാജ്യമാകമാനം. പക്ഷേ ഇന്ത്യ മുന്നണിയിലെ ആളുകൾ അല്ലെങ്കിൽ നേതാക്കൾ ഇപ്പോഴും പ്രതീക്ഷ കൈവിടാതെ ഒരു വിജയമുണ്ടാകും എന്നുള്ള പ്രതീക്ഷ പങ്കുവെക്കുകയും ചെയ്യുന്നുണ്ട്. കിരൺ ബാബുവാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും രാജ്യത്ത് വലിയ പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പിൻ്റെ ഫലപ്രഖ്യാപനത്തിന്, ഫലസൂചനകൾക്ക് ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. സംസ്ഥാനത്ത് ഇത്തവണ 2020 അടിക്കുമെന്ന് UDF ആവർത്തിക്കുമ്പോൾ 10-ന് മുകളിൽ സീറ്റിലാണ് LDFിൻ്റെ കണക്കുകൂട്ടൽ. തിരുവനന്തപുരത്തും തൃശ്ശൂരുമാണ് BJPയുടെ പ്രതീക്ഷ. ജയം ഉറപ്പെന്ന് ആവർത്തിക്കുമ്പോഴും അടിയൊഴുക്കുകളിലാണ് മുന്നണികളുടെ ആശങ്ക. VV അരുൺ തയ്യാറാക്കിയ റിപ്പോർട്ട്. വോട്ടെണ്ണലിന് മണിക്കൂറുകൾ മാത്രം ബാക്കിയുള്ളപ്പോഴും മുന്നണികളുടെ അവകാശവാദത്തിന് ഒരു കുറവുമില്ല. എന്നാൽ ആശങ്കയും അതുപോലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ ആശങ്കയും മുന്നണികൾക്ക് സമ്മാനിക്കുകയാണ്. 18 സീറ്റ് വരെ ഉറപ്പായി ലഭിക്കുമെന്ന് പറയുന്ന UDF 20 സീറ്റ് വരെ നേടി ക്ലീൻ സ്വീപ്പിലേക്ക് പോകുമെന്ന ആത്മവിശ്വാസം ഈ ഘട്ടത്തിലും പ്രകടിപ്പിക്കുന്നുണ്ട്. എക്സിറ്റ് പോൾ ഫലങ്ങൾ അവർക്ക് തള്ളാനും കൊള്ളാനും കഴിയാത്ത സാഹചര്യവുമാണ്. കാരണം കേരളത്തിൽ വലിയ മുന്നേറ്റം UDF ഉണ്ടാകും എക്സിറ്റ് പോൾ പറയുമ്പോൾ ദേശീയതലത്തിൽ അത് വലിയ തിരിച്ചടിയാണ് UDFന്റെ അല്ലെങ്കിൽ കോൺഗ്രസ് ഉൾപ്പെടുന്ന ഇന്ത്യ മുന്നണിക്ക് പ്രവചിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ എക്സിറ്റ് പോളുകളെ ആ രീതിയിൽ തള്ളാനും കൊള്ളാനും കോൺഗ്രസ് നേതൃത്വം തയ്യാറാകുന്നില്ലെങ്കിലും സംസ്ഥാനത്തെ എക്സിറ്റ് പോളുകൾ വലിയ ആശ്വാസമാണ് അവർക്ക്, വലിയ പ്രതീക്ഷയാണ് അവർക്ക് നൽകുന്നത്. 18 മുതൽ 20 സീറ്റ് വരെ അവർ ഉറപ്പിച്ചു പറയുന്നു. ഏറ്റവും ചുരുങ്ങിയത് 18 സീറ്റ് ലഭിക്കുമെന്നാണ് അവർ ഇപ്പോഴും നേതാക്കൾ സംസാരിക്കുമ്പോൾ അവർ വ്യക്തമാക്കുന്നത്. ഏതായാലും വലിയ പ്രതീക്ഷ
കേരളത്തിലെ UDF മുന്നണിക്ക് ഈ എക്സിറ്റ് പോളുകൾ ഉണ്ട് എന്നത് വസ്തുതയാണ്. എന്നാൽ ഇടതുമുന്നണി നേതൃത്വം പൂർണ്ണമായും തള്ളിക്കളയുകയാണ് എക്സിറ്റ് പോളുകളെ. അതിന് കാരണം ഏത് വിപരീത സാഹചര്യത്തിലും അവർ 6 സീറ്റ് വരെ വിജയിക്കും, ഏറ്റവും ചുരുങ്ങിയ 4 സീറ്റ് വിജയിക്കുമെന്ന് അവർ കണക്ക് കൂട്ടുന്നു. 10 സീറ്റിന് മുകളിൽ, അതായത് സംസ്ഥാനത്ത് 20 സീറ്റുകളിൽ ഭൂരിപക്ഷ സീറ്റുകൾ 11 സീറ്റെങ്കിലും മിനിമം കിട്ടുമെന്നാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ ഔദ്യോഗിക നിലപാട്. അതുവരെ പോയില്ലെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് 6 സീറ്റുകൾ വരെ ഏത് വിപരീത രാഷ്ട്രീയ സാഹചര്യങ്ങളിലും ആറ്റിങ്ങലും ആലത്തൂരും വിജയിക്കുമെന്ന് കണക്ക് കൂട്ടുന്നു, ഉറപ്പിക്കുന്നു. കാസർഗോഡ് വിജയസാധ്യത അവർ കാണുന്നു. പാലക്കാടും കണ്ണൂരിലും ജയിക്കാം. വടകരയിൽ അവസാനഘട്ടം ചെറിയ വോട്ടിനെങ്കിലും ജയിക്കുമെന്നവർ സ്വപ്നം കാണുന്നു. മാവേലിക്കരയാണ് ഇടതുമുന്നണി വിജയം ഉറപ്പിക്കുന്ന മറ്റൊരു മണ്ഡലം. തൃശൂരും ചെറിയ വോട്ടിനെങ്കിലും ജയിക്കുമെന്നവർ കണക്കൂടുന്നു. അങ്ങനെ ഏറ്റവും ചുരുങ്ങിയത് 4 മുതൽ 6 വരെ സീറ്റുകൾ ഉണ്ടാകും. അതിനപ്പുറത്തേക്ക് താഴേക്ക് പോകില്ല. ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് CPI നേതാക്കളും സമ്മതിക്കുന്നുണ്ട്. എങ്കിലും അത് വലിയ രീതിയിൽ തിരിച്ചടിയാകില്ല. ആ എല്ലാ എതിർവികാരങ്ങളും മറികടന്നുകൊണ്ട് 4 മുതൽ 6 സീറ്റ് വരെ വിജയമാണ് ഈ അവസാന മണിക്കൂറുകളിൽ ഇടതു നേതൃത്വം കണക്ക് കൂട്ടുന്നത്. BJPക്ക് വലിയ പ്രതീക്ഷ എക്സിറ്റ് പോളുകൾ നൽകുന്നത്. അതിന് കാരണം അവരുടെ ഏറ്റവും വലിയ പ്രതീക്ഷ തിരുവനന്തപുരമായിരുന്നു. അത് കഴിഞ്ഞാൽ തൃശ്ശൂരും. അതിനപ്പുറത്തേക്ക് 4 സീറ്റുകൾ വരെ വിജയിക്കാമെന്ന ചില എക്സിറ്റ് പോൾ ഫലങ്ങൾ വലിയ പ്രതീക്ഷയോടെയാണ് BJP നേതാക്കൾ കാണുന്നത്. തൃശ്ശൂരിൽ വിജയസാധ്യത ഇപ്പോഴും പറയുന്നു. തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖർ വിജയം ഉറപ്പിക്കുന്നുവെന്നും അവർ അവകാശപ്പെടുന്നു. ആറ്റിങ്ങലാണ് BJP പ്രതീക്ഷ അർപ്പിക്കുന്ന മറ്റൊരു മണ്ഡലം. പത്തനംതിട്ടയിലെ ചില എക്സിറ്റ് പോൾ ഫലങ്ങളും അവർക്ക് വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. എങ്കിലും ഒരു കൃത്യമായ കണക്കുകൂട്ടൽ അല്ലെങ്കിൽ കൃത്യമായ വിശകലനം എത്ര സീറ്റ് ലഭിക്കുമെന്ന് കൃത്യമായി പറയാൻ ഒരു മുന്നണിക്കും കഴിയാത്തൊരു സാഹചര്യമുണ്ട്. വോട്ടിംഗ് ശതമാനത്തിലെ ഏറ്റക്കുറച്ചിൽ തന്നെയാണ് പ്രധാനപ്പെട്ട കാരണം. ഏതായാലും അവസാന മണിക്കൂറുകളിലും രാഷ്ട്രീയ കേരളം വളരെ പ്രത്യാശയോടെ നോക്കിക്കാണുകയാണ് നാളത്തെ വോട്ടെണ്ണൽ. ഒരു മുന്നണിക്കും കൃത്യമായി വലിയ വിജയം ഉറപ്പ് പറയാൻ, നിങ്ങൾക്ക് വിജയമുണ്ടാകുമെന്ന് ഉറപ്പ് പറയാൻ ഈ അവസാനവട്ട മണിക്കൂറുകളിലും കഴിയാത്തത്ര അനിശ്ചിതത്വം ഈ തെരഞ്ഞെടുപ്പിലുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. VV അരുൺ തയ്യാറാക്കിയ റിപ്പോർട്ടാണ് കണ്ടത്. മറ്റൊരു വാർത്തയിലേക്ക് ഇതുമായി ബന്ധപ്പെടുന്ന രാജ്യത്ത് ഏറ്റവും കൂടുതൽ പേർ വോട്ട് രേഖപ്പെടുത്തിയ തെരഞ്ഞെടുപ്പാണ് ഇത്തവണത്തേതെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 64.2 കോടി ആളുകൾ ഇത്തവണ വോട്ട് ചെയ്തു. ഇതിൽ 31.2 കോടി വനിതകൾ വോട്ട് രേഖപ്പെടുത്തിയെന്നും എല്ലാവർക്കും നന്ദി അറിയിക്കുന്നുവെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ പറഞ്ഞു. അതേസമയം കമ്മീഷന്റെ മുന്നിലെത്തിയ പരാതികളിൽ പക്ഷപാതം കാണിച്ചിട്ടില്ലെന്നും പദവി നോക്കാതെ നടപടി സ്വീകരിച്ചുവെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. We have created a world record of 642 million proud Indian voters. This is a historic moment for all of us, for the nation as a whole. 642 ever, anywhere in the world, in any of the electoral exercise. That's what is the number of voters. And this is, just to give you some small statistics, this is 1.5 times of the voters of all G7 countries. US, UK, France, Germany, Italy, Japan, Canada, all put together. We are comparing voters, not electors. And it is 2.5 times of the voters of 27 countries in the EU. That has been the incredible power of the voters of India. Let's see what happened next. There are 312 million proud women voters. This is also the highest ever in the world. വോട്ടെണ്ണൽ ദിനത്തിൽ വടകരയിൽ അധിക സേനയെ വിന്യസിക്കുമെന്ന് കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ്. വിജയിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് ആഹ്ലാദ പ്രകടനം നടത്താൻ മുൻകൂർ അനുമതി തേടണം. സ്ഥാനാർത്ഥിക്ക് ഒഴികെ വാഹനജാഥയ്ക്ക് മറ്റാർക്കും അനുമതിയില്ല. വിജയാഹ്ലാദം 7 മണിക്ക് അവസാനിപ്പിക്കണമെന്നും ധാരണയായി. പിന്നെ നമുക്ക് വി ഹാവ് സഫീഷ്യന്റ് പോലീസ് പ്രൊട്ടക്ഷൻ, പോലീസ് ഫോഴ്സ് ഡിപ്ലോയ്മെന്റ് എല്ലാ സ്ഥലത്തും. GDT മാത്രമല്ല, വടകരവും കോഴിക്കോടും റിക്വയർമെന്റ് ബേസിസിൽ എല്ലാ സ്ഥലത്തും നമുക്ക് സഫീഷ്യന്റ് ഫോഴ്സ് ഡിപ്ലോയ്മെന്റ് ഉണ്ട്. ഇൻ കേസ് ഓഫ് എനി ഇഷ്യൂസ് ഇമീഡിയറ്റ് ആയിട്ട് നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റും. അത് ഒരു ലിമിറ്റഡ് ഏരിയ ആണ്, കാരണം അത് ഒരു സ്കൂൾ സെൻട്രൽ ഫോൺസ് ഉണ്ട്, അതിൽ ആ ലിമിറ്റഡ് വിസിനിറ്റിയിലെ. അതെ, കാരണം അതിൽ വി ആർ നോട്ട് എക്സ്പെക്ടിങ് ടു മച്ച് മൂവ്മെന്റ് ഔട്ട്സൈഡ് ദി കൗണ്ടിംഗ് സെന്റർ. 144 in the evening till tomorrow evening. In 6 p.m. till tomorrow's night, most likely tomorrow night. കുറച്ച് സെൻസിറ്റീവ് ഏരിയാസ് ഉണ്ട്, അതിൽ ഡിപ്ലോയ്മെന്റ് നമുക്ക് ഇൻക്രീസ് ആവും. ബട്ട് 144 വി ആർ നോട്ട് ഡിക്ലെയറിംഗ്. ഇതിൽ ജനറൽ കൺസെൻസസ് ആണ് നമുക്ക് കാൻഡിഡേറ്റ്സിന്റെ സെലിബ്രേഷൻ ഇന്ന് നമുക്ക് നാളെ കൗണ്ടിംഗ് ആയിട്ട് 7 PM നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. പിന്നെ ലോക്കൽ ലെവലിൽ SHO ലെവലിൽ ഡിസ്കഷനിൽ അത് പറഞ്ഞു ഈ ഏരിയയിൽ നമുക്ക് യൂസ് ചെയ്യാം, ആ ഏരിയ യൂസ് അവർ ഏത് പാർട്ടിയിലെ യൂസ് ചെയ്യാം. അതിങ്ങനെ ഒരു ഡിസ്കഷൻസിൽ ഓൾറെഡി ചെയ്തിട്ടുണ്ട്.
കാരണം ഇതിൽ ഫോർമലി നമുക്ക് ഓർഡറിലേക്ക് പോകാൻ പറ്റത്തില്ല. ഇറ്റ് ഈസ് നോട്ട് അപ്രോപ്രിയേറ്റ് ഓൾസോ. കാരണം കൺസെൻസസ് ബിൽഡിംഗ് ആയതുകൊണ്ട് അങ്ങനെ നമുക്ക് സെറ്റ് ചെയ്തു. ആൻഡ് ഓഫ് കോഴ്സ് ഒരു മേജർ ഒരു സെലിബ്രേഷൻ ഉണ്ടെങ്കിൽ ലോക്കൽ ലെവലിൽ അറിയിച്ചിട്ട് നമുക്ക് വി ക്യാൻ മാനേജ് ഇറ്റ്. ദാറ്റ് ഈസ് ദ ഓവറോൾ കൺസെൻസസ് ദാറ്റ് ഹാസ് ബീൻ കം. പിന്നെ നാഷണൽ ലെവൽ സെലിബ്രേഷൻ നമുക്ക് ഓൾറെഡി ഓഫ് കോഴ്സ് 4-ാം തീയതി മാത്രമല്ല 5-ാം തീയതി പോവും, 6-ാം തീയതി പോവും. അതിൽ നമുക്ക് സഫീഷ്യന്റ് പോലീസ് ഡിപ്ലോയ്മെന്റ് ഉണ്ടാവും. ബിക്കോസ് വി ആർ എക്സ്പെക്ടിങ് ഇറ്റ് വിൽ നോട്ട് ജസ്റ്റ് എൻഡ് ഓൺ 4th, 5th, 6th നമുക്ക് കുറച്ച് സെലിബ്രേഷൻ ഉണ്ടാവും. അല്ലല്ലോ മൊത്തമുണ്ട്. ബട്ട് വി ഹാവ് സം ഫോക്കസ് ഏരിയാസ്. വടകര, നാദാപുരം, കുറ്റ്യാടി കുറച്ച് ഏരിയാസ് ഉണ്ട് വേർ വി ആർ ഫോക്കസിംഗ് ലിറ്റിൽ മോർ. അത് ഡിപ്ലോയ്മെന്റ് അതനുസരിച്ചാണ്. കോട്ടയം ലോക്സഭാ മണ്ഡലത്തിലും വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി. വിപുലമായ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നാട്ടകം ഗവൺമെന്റ് കോളേജിലാണ് വോട്ടെണ്ണൽ നടക്കുക. അതിന്റെ ക്രമീകരണങ്ങളെല്ലാം ആയിട്ടുണ്ട്. നമ്മൾ 7 കൗണ്ടിംഗ് ഹാൾസ് ഉണ്ട്, പ്ലസ് 3 കൗണ്ടിംഗ് ഹാൾസ് പോസ്റ്റൽ ബാലറ്റിന് വേണ്ടി മാത്രമുണ്ട്. എല്ലാ കൗണ്ടിംഗ് ഹാൾസിലും 14 ടേബിൾസ് ഉണ്ടാവും. പോസ്റ്റൽ ബാലറ്റിൽ 31 ടേബിൾ ഉണ്ടാവും. നമുക്ക് 3 ഒബ്സർവർമാരാണുള്ളത്. 3 ഒബ്സർവേഴ്സും എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം ആയിട്ടുണ്ട്. നമുക്ക് കൗണ്ടിംഗ് 4-ാം തീയതി രാവിലെ 8 മണിക്ക് തുടങ്ങുന്നതായിരിക്കും. വോട്ടെണ്ണലിനായി സംസ്ഥാനത്തും വിപുലമായ തയ്യാറെടുപ്പുകളാണ് നടത്തിയിട്ടുള്ളത്. വെളുപ്പിന് 5:30-ക്ക് സ്ട്രോങ് റൂമുകൾ തുറക്കും. വൻ സുരക്ഷാ ക്രമീകരണവും വോട്ടെണ്ണലിനായി ഒരുക്കിയിട്ടുണ്ട്. അരുൺ തയ്യാറാക്കിയ റിപ്പോർട്ട്. സംസ്ഥാനത്ത് വോട്ടെണ്ണൽ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. കേന്ദ്ര നിരീക്ഷകരുടെയും മുഖ്യ ഭരണാധികാരിയുടെയൊക്കെ നേതൃത്വത്തിൽ വലിയ ഒരുക്കങ്ങളാണ് ഈ അവസാന മണിക്കൂറുകളിലും നടക്കുന്നത്. രാവിലെ 4:00 കൂടി സ്ട്രോങ് റൂമുകൾ, ഞാനിപ്പോൾ തിരുവനന്തപുരത്തെ വോട്ടെണ്ണൽ കേന്ദ്രമായ മാർ ഇവാനിയോസ് കോളേജിലാണ്. ഇവിടുത്തെ കാട്ടാക്കട നിയമസഭാ മണ്ഡലത്തിലെ ബാലറ്റുകൾ സൂക്ഷിച്ചിട്ടുള്ള കേന്ദ്രമാണിത്. ഇവിടെ ദൃശ്യങ്ങളിൽ ഉള്ളതുപോലെ വലിയ സ്കൂളിനുള്ളിൽ കൃത്യമായ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളോടെയാണ് ബാലറ്റ് പെട്ടികൾ EVM സൂക്ഷിച്ചിട്ടുള്ളത്. വലിയ സുരക്ഷാ സന്നാഹങ്ങൾ എവിടെയും ഉണ്ട്. കൃത്യമായി പോലീസ് ഉദ്യോഗസ്ഥരുടെയും അതുപോലെ മറ്റേ കേന്ദ്ര സേനകളുടെ അടക്കം സുരക്ഷാ വിന്യാസങ്ങൾ പല സ്ഥലങ്ങളിലും ഈ ബാലറ്റ് സൂക്ഷിച്ച സ്ഥലങ്ങളിൽ ഉണ്ട്. 4:30 മണിയോടുകൂടി സ്ട്രോങ് റൂമുകൾ തുറക്കാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. സാധാരണഗതിയിൽ 7:30 മണിയോടുകൂടിയാണ് സ്ട്രോങ് റൂമുകൾ തുറക്കുക. പക്ഷേ ഇത്തവണ 4:30 മണിയോടുകൂടി സ്ട്രോങ് റൂമുകൾ തുറക്കാനാണ് ഉദ്യോഗസ്ഥർ ആലോചിക്കുന്നത്. റിട്ടേണിംഗ് ഓഫീസർ, അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ അവരുടെ ഏജന്റുമാർ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരീക്ഷകർ എന്നിവരുടെ സ്ഥാനത്തിലാകും സ്ട്രോങ് റൂമുകൾ തുറക്കുക. ലോഗ് ബുക്കിൽ കൃത്യമായി ഇത് രേഖപ്പെടുത്തുകയും വീഡിയോ കവറേജ് ഉറപ്പാക്കുകയും വേണമെന്ന നിർദ്ദേശം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുണ്ട്. ആദ്യം എണ്ണുക പോസ്റ്റൽ വോട്ടുകളാണ്. അതിൽ തന്നെ ഇലക്ട്രോണിക്കലി ട്രാൻസ്മിറ്റഡ് പോസ്റ്റൽ ബാലറ്റുകളുമാകും ആദ്യം എണ്ണുക. അത് റിട്ടേണിംഗ് ഓഫീസറുടെ മേശപ്പുറത്ത് എണ്ണും. അടുത്ത അരമണിക്കൂറിനുള്ളിൽ വോട്ടിംഗ് മെഷീനുകളിലെ വോട്ടുകൾ എണ്ണി തുടങ്ങും. വോട്ടിംഗ് യന്ത്രത്തിന്റെ കൺട്രോൾ യൂണിറ്റാണ് വോട്ടെണ്ണലിന് ഉപയോഗിക്കുക. പോൾ ചെയ്ത വോട്ടുകളുടെ എണ്ണം രേഖപ്പെടുത്തിയ കണക്കുകൾ പരിശോധിച്ച ശേഷമാകും ആ രീതിയിലേക്ക് വോട്ടെണ്ണൽ മാറുക. വളരെ കൃത്യമായി അരമണിക്കൂർ കൊണ്ട് തന്നെ ആദ്യ ഫലസൂചന, അതായത് ഈ വീട്ടിൽ വോട്ട് ചെയ്തവരെയും ജീവനക്കാരുടെ ഡ്യൂട്ടിയിലുള്ള ജീവനക്കാരുടെ വോട്ടുകളടക്കമുള്ള വോട്ടുകൾ ആദ്യം എണ്ണും. അതോടുകൂടി അരമണിക്കൂറിനുള്ളിൽ ആദ്യ ഫലസൂചനകൾ പുറത്തു വരുമെന്നാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇപ്പോൾ അറിയിക്കുന്നത്. തിരുവനന്തപുരത്തും വോട്ടെണ്ണലുള്ള ക്രമീകരണങ്ങൾ എല്ലാം പൂർത്തിയായിട്ടുണ്ട്. 14 നിയമസഭാ മണ്ഡലങ്ങളിലായി 14 ഉപഭരണാധികാരികളുമാണ് ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. തിരുവനന്തപുരം നാലാഞ്ചിറ മാർ ഇവാനിയോസ് കോമ്പൗണ്ടിലെ 11 കേന്ദ്രങ്ങളിലായി 16 സെന്ററുകളിലാണ് വോട്ടെണ്ണൽ. ആറ്റിങ്ങൽ, തിരുവനന്തപുരം പാർലമെന്ററി മണ്ഡലങ്ങളുടെ EVM പോസ്റ്റൽ ബാലറ്റുകൾ ആദ്യം എണ്ണും. അതിനുശേഷം മറ്റ് വോട്ടെണ്ണലിലേക്കും കടക്കും. ഏതായാലും 1200 കൗണ്ടിംഗ് ജീവനക്കാരാണ് തിരുവനന്തപുരത്തെ 2 മണ്ഡലങ്ങളിലുമായി ഉണ്ടാവുക. തിരുവനന്തപുരം മണ്ഡലത്തിലെ നിയമവും കഴക്കൂട്ടം ഒഴികെ മറ്റെല്ലാ അസംബ്ലി മണ്ഡലങ്ങളിലും 14 കൗണ്ടിംഗ് ടേബിളുകളും കഴക്കൂട്ടത്ത് 12 ടേബിളും ആറ്റിങ്ങൽ മണ്ഡലത്തിലെ 14 കൗണ്ടിംഗ് ടേബിൾ വീതവും സജ്ജീകരിച്ചിട്ടുണ്ട്. പോസ്റ്റൽ ബാലറ്റുകൾ ഇവിടെയും ആദ്യം എണ്ണിപ്പോകും. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ 38 തിരുവനന്തപുരത്തിന് 34 ടേബിളുകളാണ് ഇതിന് ക്രമീകരിച്ചിരിക്കുന്നത്. ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരീക്ഷകരുടെ പരിശോധന അവസാനവട്ടവും നടക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് എല്ലായിടത്തും ഏർപ്പെടുത്തിയിട്ടുള്ളത്. നാളെ 8 മണിക്ക് തന്നെ, കൃത്യം 8 മണിക്ക് തന്നെ വോട്ടെണ്ണൽ ആരംഭിക്കും. ആ രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. രാവിലെ തന്നെ സ്ട്രോങ് റൂമിൽ തുറന്ന ശേഷം വോട്ടെണ്ണലിലേക്ക് കടക്കും. വോട്ടെണ്ണലിന്റെ ഓരോ സ്പന്ദനവും ജനങ്ങളെ അറിയിക്കാൻ സുസജ്ജമാണ് ന്യൂസ് 18. ഓരോ റൗണ്ട് എണ്ണിക്കഴിയുമ്പോഴും കൃത്യം കണക്കുകൾ ജനങ്ങളിലെത്തും. അതിനായി ന്യൂസ് 18 പ്രതിനിധികൾ നോയിഡ ഓഫീസിൽ പ്രത്യേക സജ്ജീകരണങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. അവസാന വോട്ട് എണ്ണുന്നതുവരെയും കൃത്യം കണക്കുകൾ എത്തിക്കുകയാണ് ലക്ഷ്യം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് റിസൾട്ട് അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം.
ഇപ്പോൾ എക്സിറ്റ് പോൾ ഫലങ്ങൾ ശക്തമാകുമോ അതോ മറ്റെന്തെങ്കിലും തിരിഞ്ഞു വരുമോ എന്നുള്ളത് നമുക്കിനി മണിക്കൂറുകൾക്ക് അറിയാൻ കഴിയും. ഇവിടെ റിസൾട്ട് ഹബ്, ഇവിടെ ഓരോ സംസ്ഥാനത്തിനും അതിൻ്റെതായ പ്രതിനിധികൾ, ന്യൂസ് 18ന്റെ പ്രതിനിധികൾ ഇവിടെ നിന്നിട്ട് കൃത്യമായ കണക്കുകൾ സ്ക്രീനുകളിൽ എത്തിക്കുന്നു. ഇവിടെ കേരളത്തിന്റെ കണക്കുകൾ നോക്കുന്നത് നമ്മുടെ അബു അസ്ലമും അഭയുമാണ്. നമ്മളിത് ചെയ്തിട്ടുള്ളത് വെബ് ബേസ് എന്നൊരു ആപ്ലിക്കേഷൻ വഴിയാണ്. അപ്പോൾ നമുക്കിതിൽ കാണാൻ കഴിയും. നമ്മൾ ആലപ്പുഴ എന്നുള്ള മണ്ഡലം എടുത്തു കഴിഞ്ഞാൽ അതിൽ എല്ലാ സ്ഥാനാർത്ഥികളുടെയും പേരുവിവരങ്ങൾ ഉണ്ടാവും. ആരിഫായാലും കെ സി വേണുഗോപാലായാലും അങ്ങനെ എല്ലാവരുടെയും പേരുവിവരങ്ങളുണ്ട്. എല്ലാ സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെയും എല്ലാവരുടെയും ഉണ്ട്. അപ്പോൾ നമ്മളതിൽ ലീഡ് ചെയ്യുന്ന ആളുകളുടെ കാൻഡിഡേറ്റ്സിന്റെ പേര് സെലക്ട് ചെയ്തിട്ട് ടോട്ടൽ റൗണ്ട്, അതായത് എത്ര റൗണ്ട് ഉണ്ട് എന്നുള്ള നമ്പേഴ്സ് വെച്ചിട്ടും അതുപോലെ ഓരോ റൗണ്ടിൽ കിട്ടിയിട്ടുള്ള വോട്ടിന്റെ കൗണ്ട് അത് വെച്ചിട്ടും നമ്മൾ സേവ് ചെയ്യുന്നതനുസരിച്ചിട്ട് ഇതിലെ ലീഡ് നമുക്ക് സോഫ്റ്റ്വെയറിലേക്ക് പോകും. 2 വെബ്സൈറ്റ് ഉണ്ട്. ആദ്യത്തെ വെബ്സൈറ്റിന്റെ അകത്ത് സ്റ്റേറ്റും അതിന്റെ അകത്ത് കോൺസ്റ്റിറ്റ്യുവൻസിന്റെ അകത്ത് വരുന്ന ലിസ്റ്റും കാണിക്കുക. അപ്പൊ നമ്മൾ ഡെമോ ചെയ്ത് മാറ്റിയത് കൊണ്ടാണ് കാണാത്തത്. അപ്പൊ ഇതിന്റെ അകത്ത് കാൻഡിഡേറ്റ്സിൽ ആരാണ് ലീഡ് വോണ് എന്നുള്ള കാര്യങ്ങൾ മാത്രം കാണിക്കും. നെക്സ്റ്റ് സൈറ്റിന്റെ അകത്ത് എത്ര റൗണ്ട് എണ്ണി കഴിഞ്ഞു, അതിന്റെ അകത്ത് എത്ര കൗണ്ട് കിട്ടി, ടോട്ടൽ വോട്ട്സ് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചതാണ്. ഓരോ മണ്ഡലത്തിലും ടോട്ടൽ വോട്ട് കൗണ്ട് എടുത്തിട്ട് അത് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചതാണ്. നമ്മുടെ കന്നഡ ടീമിൽ നിന്നുള്ള മലയാളിയായ ജഗദീഷ് സാർ ഉണ്ട്. ജഗദീഷ് സാർ, അവിടെ എന്താണ് സാഹചര്യം? കർണാടക ഗവൺമെന്റ് സംബന്ധിച്ചിടത്തോളം ഇത് ഏറ്റവും ക്രൂഷ്യൽ റിസൾട്ടാണ്. കാരണം ഒരു വർഷം കഴിഞ്ഞ ശേഷം വരുന്ന ഒരു മെഗാ എലക്ഷൻ പ്രോസസ്സിന്റെ ഒരു കംപ്ലീറ്റ് ഡീറ്റെയിൽ നാളെ വരും. അതിൽ കർണാടകയിൽ കോൺഗ്രസ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നത് 5 ഗ്യാരണ്ടി സ്കീമാണ്. ഇത് ഗ്യാരണ്ടി സ്കീം വേഴ്സസ് മോദി ചരിഷ്മ, ഈ 2 ഫൈറ്റാണ് കർണാടകയിൽ. അതിന്റെ പ്രത്യേക ജനങ്ങൾ ആർക്ക് വോട്ട് ചെയ്തു എന്ന് നാളെ തീരുമാനിക്കും. അങ്ങനെ കർണാടക, ഡൽഹി, ലക്ഷദ്വീപ് ഉൾപ്പെടെ എല്ലാ സംസ്ഥാനങ്ങളിലെയും പ്രതിനിധികൾ നാളെ ഇവിടെ എത്തുകയും നമ്മൾ വിശദമായി തന്നെ ഈ പ്രവർത്തനങ്ങൾ നടത്തുകയും ഓരോ കൃത്യമായ കണക്കും നമ്മുടെ സ്ക്രീനുകളിൽ എത്തിക്കുകയും ചെയ്യുകയാണ് ലക്ഷ്യം. നോയിഡ ഓഫീസിൽ നിന്ന് അജേഷ് എംപി, ന്യൂസ് 18. തൃശ്ശൂരിൽ നിന്ന് ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, തൃശ്ശൂരിൽ BJP കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെങ്കിൽ അതിൽ 1ാം സ്ഥാനത്ത് തൃശ്ശൂരായിരിക്കുമെന്നാണ് എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ. എന്താണ് BJP ക്യാമ്പിന്റെ തൃശ്ശൂരിൽ മാസങ്ങളായി പണിയെടുക്കുന്ന BJP പ്രവർത്തകരുടെ ആത്മവിശ്വാസം? ഒപ്പം സ്ഥാനാർത്ഥികളൊക്കെ ഇന്ന് തൃശ്ശൂരിലുണ്ടോ, ഇന്നും നാളെയുമൊക്കെയായി? രഞ്ജിത, തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം NDAക്ക് BJPക്ക് പ്രതീക്ഷകൾ വളരെ വലുതാണ്. കാരണം അത്രമേൽ അവർ മറ്റ് സ്ഥലങ്ങളിൽ എല്ലായിടത്തും തന്നെ വലിയ പ്രചാരണത്തിലേക്ക് വന്നുവെങ്കിൽ കൂടിയും തൃശ്ശൂർ കേന്ദ്രീകരിച്ചുകൊണ്ട് കഴിഞ്ഞ കുറേയധികം നാളുകളായി BJP കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. വലിയ രീതിയിലേക്ക് പ്രചാരണ പരിപാടികളെല്ലാം തന്നെ മാറ്റുന്നുണ്ട്. നമുക്കറിയാം, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് പലകുറി വന്നുപോയൊരു സാഹചര്യം. മോദിയുടെ ഗ്യാരണ്ടി എന്ന ദേശീയ തലത്തിലേക്ക് വന്ന NDAയുടെ ഒരു മുദ്രാവാക്യം തന്നെ ആദ്യം പറഞ്ഞത് തൃശ്ശൂരിൽ തന്നെയായിരുന്നു. അങ്ങനെ പലതുകൊണ്ടും BJPക്ക് തൃശ്ശൂർ പ്രത്യേകത നിറഞ്ഞതാണ്, പ്രധാനപ്പെട്ടതാണ്. സുരേഷ് ഗോപി വീണ്ടും തൻ്റെ ഊഴം തേടുന്നു. അങ്ങനെ BJPക്ക് വലിയ പ്രതീക്ഷകൾ നൽകുന്നു. പ്രത്യേകിച്ച് എക്സിറ്റ് പോൾ അടക്കം വരുമ്പോൾ മധ്യ കേരളത്തിൽ ഒരു സീറ്റ് എന്ന രീതിയിലേക്ക് തന്നെ കാര്യങ്ങൾ വരുമ്പോൾ ആ പ്രതീക്ഷ അത്രയും ചെന്ന് നിൽക്കുന്നത് തൃശ്ശൂരിലാണ്. തൃശ്ശൂരിൽ വലിയ രീതിയിലേക്ക് മാറ്റങ്ങൾ വരുത്താൻ ഇക്കുറി കഴിയുമെന്ന് അവർ വിശ്വസിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ തവണ വോട്ടിംഗ് ശതമാനത്തിൽ വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു. 28%-ലധികം വോട്ട് നേടാനായിട്ട് കഴിഞ്ഞിരുന്നു. അപ്പോൾ അതെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത് വലിയ മുന്നേറ്റങ്ങളിലേക്ക് വരുന്നു. ഇക്കുറി അതിനേക്കാൾ കൂടുതൽ അവർ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ എല്ലാം ഫലം ഇതിൽ ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ BJPക്കുണ്ട്. അങ്ങനെ വളരെ സജീവമായ പ്രതീക്ഷകളും നിറഞ്ഞ സന്തോഷവും എല്ലാം BJP ക്യാമ്പുകളിലെല്ലാം തന്നെ പ്രകടമാണ്. എങ്കിൽ കൂടിയും ഇഞ്ചോടിഞ്ച് മത്സരം നടന്ന ഒരു സ്ഥലം തന്നെയാണ്, നിയോജക മണ്ഡലം തന്നെയാണ് തൃശ്ശൂർ. അത് പറയാതെ വയ്യ. കെ മുരളീധരനും അതോടൊപ്പം തന്നെ VS സുനിൽകുമാറും തൃശ്ശൂരിനെ വളരെ നന്നായി തൊട്ടറിയുന്നവരാണ്. അതുകൊണ്ട് കടുത്ത മത്സരം തന്നെയാണ്, ശക്തമായ ത്രികോണ മത്സരത്തിന് തന്നെയാണ് തൃശ്ശൂരിൽ വേദി ഉണർന്നത്. വലിയ രീതിയിൽ പ്രചാരണ പരിപാടികൾ പോവുകയും എല്ലാം തന്നെ ചെയ്യുകയും ചെയ്തു. ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് തന്നെയും VS സുനിൽകുമാർ സ്വാഭാവികവും തൃശ്ശൂർ സ്വദേശിയാണ്, അദ്ദേഹം ഇവിടെ തന്നെയുണ്ട്. കെ മുരളീധരൻ ഇന്ന് ഉച്ചയോടുകൂടി മണ്ഡലത്തിലേക്ക് വരികയും ചെയ്തു. സുരേഷ് ഗോപി നാളെ ഉച്ചയോടുകൂടി മണ്ഡലത്തിലേക്ക് എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ തൃശ്ശൂർ കേന്ദ്രീകരിക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അണികളെല്ലാം വളരെ ആവേശത്തോടെ പ്രതീക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കുകയും ചെയ്യുന്നു. വിജയം ആർക്കൊപ്പം എന്ന് ഓരോരുത്തരും കണക്ക് കൂട്ടുമ്പോൾ പോലും എല്ലാവരും പറയുന്നതിൽ ഒരു കാര്യമുണ്ട്. ഇതിൽ
വലിയ രീതിയിലുള്ള വലിയൊരു വിജയം, ഒരുപക്ഷെ വലിയ വോട്ടിംഗ് ശതമാനത്തിലേക്ക് കാര്യങ്ങൾ പോകില്ല എന്നാണ്. കാരണം കഴിഞ്ഞ തവണ MP ആയിരുന്ന പ്രതാപൻ വലിയ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചത്. പക്ഷേ ഇക്കുറി കാര്യങ്ങൾ കുറേ കൂടി ശക്തമായ മത്സരത്തിലേക്കെല്ലാം മാറിയ സാഹചര്യത്തിൽ വലിയ ഭൂരിപക്ഷത്തിലേക്ക്, അത് ആര് ആണ് വിജയം നേടുന്നതെങ്കിൽ പോലും വലിയ ഭൂരിപക്ഷത്തിലേക്ക് കാര്യങ്ങൾ പോകില്ല എന്ന് തന്നെയാണ് കണക്ക് കൂട്ടുന്നത്. കാരണം അത്രത്തോളം ശക്തമായ മത്സരം. നമ്മൾ പറയുന്നത് ഈ അടിത്തട്ട് ഇളക്കി മറിച്ചുകൊണ്ടുള്ളൊരു പ്രചാരണ പരിപാടികൾ എന്ന് പറയുന്നത് പോലെ 3 സ്ഥാനാർത്ഥികളും അത്ര കണ്ട മണ്ഡലത്തിൽ വ്യാപകമായിട്ട് തന്നെ പ്രചാരണ പരിപാടികളിലേക്ക് വന്നു. ഓരോ വോട്ടർമാരെയും കണ്ട് നേരിട്ട് വോട്ട് ചോദിക്കുന്നത് അത്രയ്ക്ക് രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരുന്നു. അങ്ങനെ വളരെ സജീവമായ ഒരു പ്രചാരണ പരിപാടികൾ ഉണ്ടായിരുന്നു തന്നെ എല്ലാവരും വളരെ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് കാണുന്നത്. എക്സിറ്റ് പോൾ ഫലങ്ങൾ അതിനെ ആശ്രയിക്കേണ്ടതില്ല എന്ന തുറന്നു പറച്ചിലായിരുന്നു ന്യൂസ് 8നോട് VS സുനിൽകുമാർ നടത്തിയിരുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇത് കളയേണ്ട ഒരു സാഹചര്യമാണ്, ഇതിപ്പോൾ അതിനൊന്നും ഉൾക്കൊള്ളേണ്ട കാര്യം പോലുമില്ല എന്ന് പറയുന്നു. തീർച്ചയായും ഇടതുമുന്നണിക്ക് ഒപ്പം ചേർന്ന് നിന്നുകൊണ്ട് ആ മണ്ഡലം പോകുമെന്നൊരു പ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവച്ചത്. ഇത് തന്നെയായിരുന്നു കെ മുരളീധരനും പറഞ്ഞത്. ഇവിടെ മറ്റൊരു സാധ്യതയും BJPക്കോ അതോടൊപ്പം തന്നെ ഇടതുമുന്നണിക്കോ ഇല്ല, BJPക്ക് പ്രത്യേകിച്ചില്ല എന്ന് അദ്ദേഹം എടുത്തു പറയുന്നു. ഒരു അക്കൗണ്ട് ഇവിടെ തുടങ്ങില്ല എന്ന് അദ്ദേഹം ഊന്നി പറയുകയും ചെയ്യുന്നു. എന്നാൽ വളരെ ആത്മവിശ്വാസത്തിലാണ് NDA ക്യാമ്പ്, BJP ക്യാമ്പ്. വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ അവർ കാണുന്നു. നാളെ വോട്ടെണ്ണൽ ആരംഭിക്കുന്ന ആ പ്രക്രിയ തുടക്കം മുതൽ തന്നെ അവർ തങ്ങളുടെ ഒരു ലീഡിലേക്കടക്കം വരാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷ അവർ പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. അതിൽ കെ മുരളീധരൻ ഇന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. 2 മണ്ഡലങ്ങളിൽ വലിയ ലീഡ് കാര്യമായി പ്രതീക്ഷിക്കുന്നില്ല എന്ന് പറയുകയും മുരളീധരൻ പറഞ്ഞു. വലിയ ലീഡിലേക്ക് പോകില്ല, പക്ഷേ മറ്റ് നിയമസഭാ മണ്ഡലങ്ങളിൽ വലിയ രീതിയിലേക്ക് തന്നെ UDFന് ആത്മവിശ്വാസം നൽകുന്നതാണ് എന്ന് അദ്ദേഹം പറയുന്നു. അതുകൊണ്ട് മികച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിയുമെന്ന വിശ്വാസം അദ്ദേഹം പങ്കുവയ്ക്കുകയും ചെയ്യുന്നു. എന്തായാലും ഇനി ആ ഒരു മണിക്കൂറുകളുടെ ഒരു ഇടവേള മാത്രമാണ് ഈ ഒരു ദേശീയ ശ്രദ്ധ ആകർഷിച്ച മത്സരത്തിൻ്റെ ക്ലൈമാക്സിലേക്കുള്ളൂ. രഞ്ജിത്ത്. തൃശ്ശൂരിൽ നിന്നാണ് ഡാനി പോൾ ചേർന്നത്. തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. ചാനലുകൾ ഉണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ സെൻട്രൽ ഡെസ്ക് വർക്ക് ചെയ്യുന്നത് ഡൽഹിയിലെ നോയിഡയിൽ ആണ്. ഞാനിപ്പോൾ ഉള്ളത് തിരുവനന്തപുരത്തെ നമ്മുടെ സംസ്ഥാനത്തെ സെൻട്രൽ ഡെസ്കിൽ ആണ് എങ്കിൽ ഇതിന് സമാനമായ തരത്തിൽ തന്നെയുള്ള ഡെസ്ക് ആണ് ഇപ്പോൾ നോയിഡയിൽ പ്രവർത്തിക്കുന്നത്. ആ ദൃശ്യങ്ങൾ ആണ് അല്പസമയം മുമ്പ് നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവെക്കുകയും ചെയ്തിട്ടുള്ളത്. നോയിഡയിലെ ഈ സെൻട്രൽ ഡെസ്കിൽ കേരളം, തമിഴ്നാട്, കർണാടകം ഉൾപ്പെടെ രാജ്യത്തെ മുഴുവൻ സംസ്ഥാനങ്ങളുടെയും ഡെസ്കുകൾ വ്യത്യസ്തമായാണ് പ്രവർത്തിക്കുന്നത്. കേരളത്തിൽ നിന്നുള്ള വാർത്താ സംഘം അടക്കം ഇപ്പോൾ നോയിഡയിൽ പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നമുക്ക് ഏറ്റവും ആധികാരികമായ ഡേറ്റ നൽകാൻ സാധിക്കുന്നത് എന്നത് കൂടിയാണ് പ്രേക്ഷകരിലേക്ക് വിവരിക്കാൻ പോകുന്നത്. അതായത് നമ്മുടെ നോയിഡയിലെ സെൻട്രൽ ഡെസ്ക് പ്രവർത്തിക്കുന്നത് ഓരോ സംസ്ഥാനങ്ങൾക്കും വേണ്ടി വ്യത്യസ്തമായി നിന്നുകൊണ്ടാണ്. ഓരോ സംസ്ഥാനത്തെയും സ്ഥാനാർത്ഥികളുടെ കൃത്യമായ പട്ടിക, അങ്ങനെ 543 ലോക്സഭാ സീറ്റുകളിലെയും സ്ഥാനാർത്ഥികളുടെ പട്ടികയാണ് വളരെ കൃത്യമായി നോയിഡയിൽ ഉള്ളത്. ഇപ്പോൾ നമുക്കറിയാം ഒരു സീറ്റിലേക്ക് BJP സ്ഥാനാർത്ഥി വിജയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒരു സീറ്റിൽ BJP സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പിന് ശേഷം മരണപ്പെട്ടു. അവിടുത്തെ വോട്ടെടുപ്പിന്റെ ഫലത്തെ ആശ്രയിച്ച് ഇനി ഉപതെരഞ്ഞെടുപ്പുണ്ടോ എന്നതറിയേണ്ടതുണ്ട്. എന്ത് തന്നെയായാലും ഒരു ഉദാഹരണമായി നമുക്ക് കേരളത്തിൽ നിന്നുള്ള തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം പരിശോധിച്ചാൽ രാവിലെ 8 മണിക്കാണ് തപാൽ വോട്ടുകൾ എണ്ണിത്തുടങ്ങുക. തപാൽ വോട്ടുകൾ എണ്ണിത്തുടങ്ങുമ്പോൾ ശശി തരൂരിന് 5 വോട്ടുകൾ ആണ് ലഭിക്കുന്നത് എന്ന് സങ്കല്പിക്കുക. അതേസമയം രാജീവ് ചന്ദ്രശേഖരന് 1 വോട്ടും പന്ന്യൻ രവീന്ദ്രന് 3 വോട്ടും ലഭിക്കുന്നു എന്ന് സങ്കല്പിച്ചാൽ ഈ വിവരങ്ങൾ അതേ നിമിഷം തന്നെ നമ്മുടെ നോയിഡയിലെ സെൻട്രൽ ഡെസ്കിലേക്കാണ് റിപ്പോർട്ടറുമായി കൈമാറുക. നമ്മൾ മാത്രം വികസിപ്പിച്ചെടുത്തിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഡേറ്റകൾ ഏറ്റവും സമഗ്രമായി അവലോകനം ചെയ്യുന്ന സോഫ്റ്റ്വെയർ ആണ് പിന്നീട് ഈ കണക്കുകൾ നടത്തുന്നത് എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അതായത് ഏറ്റവും കൂടുതൽ തപാൽ വോട്ടുകൾ ലഭിച്ച ശശി തരൂർ 3 വോട്ട് നേടിയിട്ടുള്ള പന്ന്യൻ രവീന്ദ്രനേക്കാൾ അല്ലെങ്കിൽ 2 വോട്ട് നേടിയിട്ടുള്ള പന്ന്യൻ രവീന്ദ്രനേക്കാൾ 3 വോട്ടുകൾക്ക് മുന്നിൽ ആണ് എന്ന ഡേറ്റ അത് സോഫ്റ്റ്വെയർ തന്നെയാണ് കണക്കാക്കുന്നത്. ഇത് എളുപ്പത്തിൽ പ്രേക്ഷകർക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി നമ്മൾ പങ്കുവച്ചതാണ്. വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ ഇത് ലക്ഷക്കണക്കിന് വോട്ടുകൾ ആണ് ഓരോ റൗണ്ടിലും മാറി മറിയുന്നത്. 2 ദിവസം ധ്യാനിക്കും. ജൂൺ 4 മുതൽ അമിത്ഷായ്ക്കും മോദിക്കും പണി ഉണ്ടാകില്ലെന്ന് ഖാർഗെ.
നടന്നുകൂടായികയൊന്നുമില്ല, മാറിയ കാലമാണ്, നടന്നുകൂടായികയില്ല. ഇന്ത്യയെ ഇത്തവണ വരാനുള്ള സാധ്യത കുറവാണ്. കഴിഞ്ഞ തവണത്തേലും ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും, അതിനല്ലാതെ ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. ഇത്തവണ ഇന്ത്യ വരില്ല, ഉറപ്പ്. വെറ്റുണ്ടോ? വെറ്റുണ്ട്. അല്ല, അപർണ എന്തായാലും 4-ാം തീയതി, അപർണ എന്തായാലും 4-ാം തീയതി തട്ടേ കയറാൻ പോവാണ് അല്ലേ? അപ്പം എന്റെ ബെറ്റ് ആവുകയാണെങ്കിൽ ആ തട്ടയിൽ വെച്ച് എന്ത് ചെയ്യുന്നു പറയാം. ബെറ്റ് ആവുകയാണെങ്കിൽ ഞാൻ കാവി വസ്ത്രം ധരിച്ച് രുദ്രാക്ഷം ഇട്ട് ഞാൻ അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. എനിക്കെന്താ, എനിക്ക് വേണം മീശയില്ലാതെ മീശ അടിച്ച് വാർത്ത വായിക്കാത്ത വേണമെങ്കിൽ എനിക്ക് പറയാം. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. തൊപ്പി വെച്ച് വേണം വാർത്ത വായിക്കാം. വേണോ? തൊപ്പി വെച്ച് വാർത്ത വായിക്കാം, ഒരു സംശയവും ഇല്ല. ഇതിനകത്ത് ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല. കാവി ഡ്രസ് ഇട്ട് വായിക്കും. തൊപ്പി തൊപ്പി എക്സിറ്റ് പോളിൽ വിശ്വാസമില്ലെന്ന് ശശി തരൂർ. കഴിഞ്ഞ തവണ ഒരു പ്രധാന പത്രം താൻ തോൽക്കുമെന്ന് എഴുതി, പക്ഷേ 1 ലക്ഷത്തിനടുത്തായിരുന്നു ഭൂരിപക്ഷം. ഒരു ദിവസം കൂടി കാത്തിരിക്കുന്നതിൽ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെന്നും തരൂർ പറഞ്ഞു. ഇന്ത്യ മുന്നണി ഇന്നലെ ഡൽഹിയിൽ കൂടിയിട്ട് അവരെന്നെ പറഞ്ഞു 295 ആണ് അവരുടെ കണക്ക്. അതിൽ കോൺഗ്രസ് പാർട്ടിക്ക് ഒരു വലിയൊരു ഭാഗമുണ്ടാവും, പക്ഷെ മറ്റേവരും നന്നായി ഇറങ്ങിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയിട്ടാണ് അവരുടെ കണക്ക് പ്രകാരം 295 കോൺഗ്രസ് അധ്യക്ഷനായ മല്ലികാർജുൻ ഖർഗെ പ്രഖ്യാപിച്ചത്. അപ്പൊ അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് ഞങ്ങളുടെ മനസ്സിൽ ഒരു സംശയവുമില്ല. ഞാൻ തന്നെ 12 സംസ്ഥാനത്ത് പോയി പ്രചരണം ചെയ്ത ശേഷം ഞാൻ എല്ലാവരുടെയും കണ്ട സ്ഥിതിയല്ല ഞാൻ ഈ എക്സിറ്റ് പോൾസ് കാണുന്നത്. ഈ എക്സിറ്റ് പോൾസ് എന്തിന്റെ അടിസ്ഥാനത്തിൽ വന്നിരിക്കണമെന്ന് എനിക്കറിയില്ല. കേരളത്തിൽ താമര വിരിഞ്ഞാൽ ഉത്തരവാദിത്തം ആർക്കായിരിക്കും? എന്റെ അഭിപ്രായത്തിൽ അത് 2029 ചോദിക്കേണ്ടി വരും, 24 സംഭവിക്കാൻ. തിരുവനന്തപുരത്ത് ശുഭപ്രതീക്ഷയാണെന്നും കേരളത്തിൽ താമര വിരിയുമെന്നു തന്നെയാണ് പ്രതീക്ഷയെന്നും NDA സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. തിരുവനന്തപുരത്തെ തീരദേശ മേഖലയുടെ മനസ്സ് എങ്ങനെയെന്ന കാര്യത്തിൽ നാളെ ഫലം വരുമ്പോൾ വ്യക്തതയുണ്ടാകുമെന്നും രാജീവ് പറഞ്ഞു. അല്ല, എക്സിറ്റ് പോള് നമുക്ക് ഇന്നലെ കണ്ടത് അത് ഭയങ്കര സ്പഷ്ടമായിട്ട് ഒരു നല്ല മെസ്സേജ് വരുന്നുണ്ട്. ജനങ്ങൾ, ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾ നരേന്ദ്രമോദിജിക്ക് ഒരു 3-ാം തവണ ഒരു ഭയങ്കര ഒരു ഡിസൈസീവ് മാൻഡേറ്റ് ആണ് കൊടുക്കുന്നത്. ഇന്ത്യനെ മുമ്പോട്ട് കൊണ്ടുപോകാനും ഈ 10 കൊല്ലം ഇവിടെ കഴിഞ്ഞ 10 കൊല്ലം ചെയ്ത ഒരു ട്രാൻസ്ഫർമേഷൻ അതിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഒരു നല്ലൊരു മാൻഡേറ്റ് ജനങ്ങൾ കൊടുക്കുന്നുണ്ട്. എന്റെ സീറ്റിനെ പറ്റി ചോദിക്കുമ്പോൾ ഞാൻ ഇതാണ് എല്ലാവരോടും പറഞ്ഞത്. നമുക്ക് നാളെ കാണാം തിരുവനന്തപുരത്തെ ജനങ്ങളുടെ തീരുമാനം എന്താണെന്ന് നമുക്ക് നാളെ മനസ്സിലാവും. ഞാൻ ഇവിടെ നന്നായി അധ്വാനിച്ചു, എല്ലാവരെയും അടുത്ത് പോയി എന്റെ ഒരു വിഷനെ പറ്റി, നരേന്ദ്രമോദിജിന്റെ വികസന പുരോഗതിന്റെ വിഷനെ പറ്റി എല്ലാം പറഞ്ഞിട്ടുണ്ട്, മുമ്പോട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പൊ നാളെ നമുക്ക് നോക്കാം എന്താണ് റിസൾട്ട്. കേരളം അങ്ങനെ ഇന്ത്യയിലൊരു നാടല്ലേ, അപ്പോ അങ്ങനെ ഇന്ത്യ ഇങ്ങനെ മുമ്പോട്ട് പോകുമ്പോൾ കേരളയിൽ ഒരു പുരോഗതി വികസനം വേണം, ഇവിടെ ഒരു രാഷ്ട്രീയത്തിൽ മാറ്റം വേണം. അത് ഞാൻ എല്ലാവരും കേട്ടതാണ്. അതുകൊണ്ട് ഒരു ആത്മവിശ്വാസമുണ്ട്. നാളത്തെ റിസൾട്ട് നമുക്ക് കാണാം, എന്നിട്ട് അത് നമുക്ക് മനസ്സിലാക്കാം. എനിക്കും BJPയിലും എല്ലാ പ്രവർത്തകർക്കും എല്ലാം ഏറ്റവും വലിയ ഒരു ഉത്സാഹം, ഒരു ഹാപ്പിനെസ് ഇന്നലത്തെ എക്സിറ്റ് പോൾ കാണുമ്പോൾ ആ 3-ാം തവണ നരേന്ദ്രമോദിജിക്ക് ഒരു മാൻഡേറ്റ്, അതും 19-നേക്കാട്ടും ഒരു നല്ലൊരു മാൻഡേറ്റ്, ഡിസൈസീവ് മാൻഡേറ്റ് കിട്ടുന്ന, അതാണ് ഞങ്ങൾക്ക് ഏറ്റവും ഒരു സന്തോഷം. നാളെ ഞങ്ങളുടെ പേഴ്സണലായിട്ട് എന്താണ് സീറ്റിന്റെ റിസൾട്ട് നമുക്ക് നാളെ കാണാം. ആറ്റിങ്ങലിൽ ജയം ഉറപ്പെന്ന് LDF സ്ഥാനാർത്ഥി V. ജോയ് പറഞ്ഞു. എക്സിറ്റ് പോൾ ഫലങ്ങൾ തള്ളി രണ്ടാമത് UDF എത്തുമെന്നും BJP 3-ാം സ്ഥാനത്താകുമെന്നും ജോയ് ന്യൂസ് 18 പ്രതികരിച്ചു. തെരഞ്ഞെടുപ്പ് ഫലം വരാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ബാക്കി. നമ്മോടൊപ്പം ആറ്റിങ്ങലിലെ ഇടതുമുന്നണി സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് V. ജോയ് ചേരുന്നു. അല്ല, ഞങ്ങൾ തുടക്കം മുതൽ തന്നെ ആ മണ്ഡലം ഞങ്ങൾ തിരിച്ചുപിടിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തോടു കൂടിയ പ്രവർത്തനമാണ് ഞങ്ങൾ നടത്തിയത്. അതിൻ്റെ ഒരു പരിസമാപ്തി നാളെ നമുക്ക് മനസ്സിലാകും. എക്സിറ്റ് ഫലങ്ങളിൽ ഞാൻ ഒട്ടും വിശ്വസിക്കുന്നില്ല. അത് നാളെ ബോധ്യമാകും. ജനങ്ങൾ എന്നോടൊപ്പം നിൽക്കുമെന്നുള്ളത് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. BJP ജയിക്കുമെന്ന എക്സിറ്റ് പോൾ ഫലങ്ങളും ഉണ്ട്. BJP ജയിക്കാൻ പോകുന്ന ഒരു സീറ്റുകളിൽ 1 ആറ്റിങ്ങൽ എന്ന് പറയുന്നുണ്ട്. അത് സംഭവിക്കാനിടയില്ല. യാതൊരു കാരണവശാലും അത് സംഭവിക്കാനായിട്ടുള്ള യാതൊരു സാധ്യതയുമില്ല. അവിടെ LDF ജയിക്കും. രണ്ടാമതാരായിരിക്കും? രണ്ടാമത് UDF ആയിരിക്കും. ഒരു സംശയമില്ല. സംശയമില്ല.
തികഞ്ഞ ആത്മവിശ്വാസമാണ്. CPM-ന്റെ കണക്കൂട്ടലിലും ആദ്യം ജയിക്കാൻ പോകുന്ന മണ്ഡലങ്ങളിലൊന്ന് ആറ്റിങ്ങലാണ്. സ്ഥാനാർത്ഥി CPM ജില്ലാ സെക്രട്ടറി വി ജോയും അതേ ആത്മവിശ്വാസത്തിലാണ്. കേന്ദ്ര സർക്കാരിന്റെ 10 വർഷത്തെ ജനക്ഷേമ പ്രവർത്തനത്തിന് ഉള്ള അംഗീകാരമായിരിക്കും ജനവിധിയെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. സംസ്ഥാന സർക്കാരിനെതിരായ ജനവിധിയായിരിക്കും കേരളത്തിലെന്നും മുരളീധരൻ ന്യൂസ് 18 പറഞ്ഞു. ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് ഒരു സർക്കാരിനെതിരായിട്ട് ഒരു ആരോപണം പോലും, അഴിമതി ആരോപണം പോലും ഉന്നയിക്കാൻ സാധിക്കാത്ത ഒരു കാലഘട്ടം, അങ്ങനെ ഒരു കാലഘട്ടം ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു ഭരണത്തിന് അനുകൂലമായിട്ടുള്ള ജനങ്ങളുടെ വിധിയെഴുത്ത്, അങ്ങനെയുള്ളൊരു ഭരണം വീണ്ടും ഉണ്ടാകണം എന്നുള്ള താല്പര്യം, അങ്ങനെ ഒരു തുടർ ഭരണത്തിന് വേണ്ടിയിട്ടുള്ള വിധിയെഴുത്താണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവുക എന്നാണ് ഈ വിധിയെഴുത്ത് സൂചിപ്പിക്കുന്നത്. തൃശൂരിൽ 5 നിയമസഭാ മണ്ഡലങ്ങളിൽ UDF ലീഡ് നേടുമെന്ന് കെ മുരളീധരൻ. നാട്ടികയിലും പുതുക്കാടും ലീഡ് കുറയും, മികച്ച ഭൂരിപക്ഷത്തിൽ ജയിക്കും. രാവിലെ 8 മണിക്ക് ശേഷം താമര വാടി തുടങ്ങുമെന്നും മുരളീധരൻ പറഞ്ഞു. തൃശൂരിലെന്നല്ല കേരളത്തിൽ ഒരിടത്തും BJP അക്കൗണ്ട് തുറക്കില്ലെന്ന് തൃശൂർ ലോക്സഭാ മണ്ഡലം ഇടതുമുന്നണി സ്ഥാനാർത്ഥി VS സുനിൽകുമാർ. എക്സിറ്റ് പോളുകൾ നിരോധിക്കേണ്ട കാലം കഴിഞ്ഞുവെന്നും ഇതെല്ലാം നിക്ഷിപ്ത താൽപ്പര്യക്കാർ ചെയ്യുന്നതാണെന്നും അദ്ദേഹം ന്യൂസ് 18 പ്രതികരിച്ചു. ദേശീയ തലത്തിൽ തന്നെ ശ്രദ്ധിക്കപ്പെടുന്ന മത്സരമായിരുന്നു തൃശ്ശൂരിൽ നടക്കുന്നത്. തൃശ്ശൂരിലെ ഭൂമിയെ ചൊല്ലി വലിയ രീതിയിലുള്ള അവകാശവാദങ്ങൾ ഉന്നയിക്കപ്പെടുകയാണ്. നമുക്കൊപ്പം ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായ VS സുനിൽകുമാർ ചേരുന്നു. അവസാന വട്ടമാണ്, നിമിഷങ്ങളാണ്. എല്ലാ സാഹചര്യവും അനുകൂലം എന്ന് തന്നെയാണോ? 100%. ഞാനിത് ഇലക്ഷൻ്റെ ആദ്യഘട്ടം മുതൽ പറയുന്ന കാര്യമാണ്. ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞ് ഇപ്പോൾ വോട്ടെണ്ണാൻ പോകുന്ന ഘട്ടത്തിൽ എനിക്ക് പറയാനുള്ളത് തൃശ്ശൂരിലെ LDF 100% ജയിക്കും. യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. ഓരോ ഈ ക്യാമ്പയിൻ അത്ര കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുമ്പോൾ ജനങ്ങൾ നൽകുന്ന ഒരു സന്ദേശം എല്ലാ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചു എന്ന് തന്നെയാണ്. അതുതന്നെയാണ് ഞാൻ ജനങ്ങളിൽ നിന്ന് കിട്ടിയിട്ടുള്ള എൻ്റെ ഒരു ഫീഡ്ബാക്കാണ് ഞാൻ പറയുന്നത്. ഇടതുപക്ഷ മുന്നണി ഇത്തവണ തൃശ്ശൂരിൽ തിരിച്ചു പിടിക്കും സീറ്റ്, സംശയം വേണ്ട. ഈ വലിയ പ്രതീക്ഷകൾ എക്സിറ്റ് പോളിലൂടെ എല്ലാം തന്നെ വെച്ച് നീട്ടുന്നു. എക്സിറ്റ് പോളിൻ്റെ കാര്യം ദയവായി പറയല്ലേ, അത് വിട്ടേക്ക്. എക്സിറ്റ് പോളിനെ പറ്റി ഞാൻ ഒരു മറുപടിയും പറയാൻ ഉദ്ദേശിക്കില്ല. എക്സിറ്റ് പോൾ എന്ന് പറഞ്ഞാൽ അതൊരു വെസ്റ്റഡ് ഇൻട്രസ്റ്റിൻ്റെ പേരിൽ നടത്തുന്ന ഒരു പരിപാടിയാണ്. അതിന് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഷെയർ മാർക്കറ്റിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തുന്ന ഉൾപ്പെടെയുള്ള നമ്മളൊന്നും അറിയാത്ത ഒരുപാട് ഇൻട്രസ്റ്റുകൾ അതിൻ്റെ പിന്നിലുണ്ട്. വെറുതെ നമ്മൾ അതിനെപ്പറ്റി ചർച്ച ചെയ്ത് അവരുടെ പാവകളായിട്ട് മാറണ്ടെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അവരിപ്പോൾ LDF-നെതിരായി പറഞ്ഞുകൊണ്ട് പറയണമല്ല കേട്ടോ. അതുകൊണ്ട് എനിക്ക് അതിൽ പറയാൻ താല്പര്യമില്ലാത്തതുകൊണ്ട്. കേരളത്തിൽ വലിയ പ്രതീക്ഷ ഇന്ത്യയെ വെച്ചു പുലർത്തുന്ന സ്ഥലങ്ങളിൽ ഒന്ന് തൃശ്ശൂരാണ്. എങ്ങനെയാണ് അവരുടെ ഒരു സാധ്യത? അല്ലെങ്കിൽ കേരളത്തിൽ അക്കൗണ്ട് തുറക്കുമെന്നെല്ലാം വലിയ പ്രതീക്ഷകൾ പറയുന്നുണ്ട്. BJP കേരളത്തിൽ അടുത്തെങ്ങും അക്കൗണ്ട് തുറക്കുന്നു. എങ്ങനെയാണ് ഒരു ഇടതുപക്ഷ പ്രവർത്തനം എന്ന രീതിയിൽ അത് കാണുന്നത്? BJPക്ക് സീറ്റ് കിട്ടില്ല. കഴിഞ്ഞല്ലോ അസംബ്ലി ഇലക്ഷൻ 35 സീറ്റ് കിട്ടുമെന്ന് പറഞ്ഞല്ലേ. അത് BJP പറഞ്ഞിട്ട് നരേന്ദ്രമോദി 10 സീറ്റ് കിട്ടും എന്ന് പറഞ്ഞിട്ടാണല്ലോ അവിടെ നിന്ന് പോയത്. ഇപ്പോൾ നിങ്ങളൊക്കെ കൂടി 4 സീറ്റൊക്കെ അവർക്ക് ഏർപ്പാടാക്കി കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ എന്നിട്ട് പോലും 10ലേക്ക് എത്തിക്കാൻ പറ്റിയില്ല ഈ എക്സിറ്റ് പോളിൽ പോലും. അപ്പോൾ BJPക്ക് കേരളത്തിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ഇത്തവണയും പറ്റില്ല. അത് സംശയമില്ലാത്ത കാര്യമാണ്. തുടക്കത്തിൽ തന്നെ പറഞ്ഞൊരു ആക്ഷേപമായിട്ട് പറഞ്ഞിരുന്നേ ഈ ക്രോസ് വോട്ട് സംബന്ധിച്ചൊരു കാരണങ്ങൾ ഇതെല്ലാം ഉന്നയിക്കപ്പെട്ടു. മറുപടി കുറച്ച് കഴിഞ്ഞ് കിട്ടുമല്ലോ, എണ്ണി തുടങ്ങി കഴിഞ്ഞാൽ അറിയാൻ പറ്റുമല്ലോ. പിന്നെ അപ്പം പറഞ്ഞാൽ പോരാ. ഇതിനിപ്പോൾ ഇതൊക്കെ ഓരോരോ സമയത്ത് ഓരോരുത്തർ ആളുകളെ വഴിതെറ്റിക്കാൻ വേണ്ടി പറയുന്ന വാചകങ്ങളാണ്. അപ്പോൾ നമ്മളതിൽ കൊത്തേണ്ട കാര്യമില്ലെന്ന്. നമ്മൾ വ്യക്തമായ രാഷ്ട്രീയ ബോധത്തിൻ്റെ അടിസ്ഥാനത്തിലൊക്കെ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളും അതിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ അതിൽ എതിരാളികൾ പല രീതിയിലുള്ള പ്രചരണങ്ങളും നടത്തുമ്പോൾ നമ്മളതിൽ കയറി കൊത്തണ്ട. അവർ പറഞ്ഞോട്ടെ, അതിന് മറുപടി ജനങ്ങളുടെ മറുപടി 4 ഇപ്പോൾ ഇലക്ഷൻ്റെ റിസൾട്ട് വരുമ്പോൾ അത് വരും. കഴിഞ്ഞ തവണ ഒന്നിലൊതുങ്ങിയ ഇടതുപക്ഷം ഇത്തവണ മിന്നുന്ന വിജയം നേടും എന്ന രീതിയിൽ തന്നെ ആത്മവിശ്വാസം. ഞാനതല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നല്ല വിജയം ഉണ്ടാവും. നമുക്ക് കേരളത്തിൽ ഇവർ പറയുന്ന എക്സിറ്റ് പോളൊന്നും, സത്യം പറഞ്ഞ എക്സിറ്റ് പോളൊക്കെ നിർത്തേണ്ട സമയമായി. എക്സിറ്റ് പോൾ മാത്രമല്ല, ഈ സർവേ എന്ന പേരിൽ നടത്തുന്ന സത്യസന്ധമല്ല. സർവേകളൊക്കെ ഓരോരുത്തർക്ക് വേണ്ടി സർവേ നടത്തി ഈ ആളുകളെ, അതായത് ഒരു സ്ട്രെയിറ്റ് അല്ലാത്ത രീതിയിലാണ് ഇപ്പോൾ പല സർവേകൾ നടക്കുന്നത്.
ഏതെങ്കിലും രീതിയിലുള്ള ആത്മാർത്ഥതയോ സത്യസന്ധതയോ അല്ലെങ്കിൽ സത്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടൊരു സർവേ നടത്തുന്നില്ല. ഓരോ സർവേ നടത്തുന്നവർക്കും അവരവരുടേതായിട്ടുള്ള താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യം വെച്ചുകൊണ്ട് സർവേ നടത്തുമ്പോൾ എക്സിറ്റ് പോൾ ആണെങ്കിൽ അതിനേക്കാൾ അപ്പുറത്താണ്. അപ്പോൾ അതൊക്കെ പറയുന്ന ഈ കാലഘട്ടത്തിൽ നമ്മളതൊക്കെ ചുമന്നുകൊണ്ട് നടന്ന് സംസാരിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും വലിയ ആത്മവിശ്വാസം തന്നെയാണ് VS സുനിൽകുമാറിന് ഏറ്റവും വലിയൊരു കാതലും മൂലധനവും എന്നെല്ലാം തന്നെ കഴിഞ്ഞ കാലങ്ങളിൽ തെളിയിച്ചിട്ടുള്ളതാണ്. ഓരോ തവണ അദ്ദേഹം തെരഞ്ഞെടുപ്പിനെ നേരിടുമ്പോഴും അത് തന്നെയാണ് അദ്ദേഹം കൈമുതലാക്കി സൂക്ഷിക്കുന്നത്. ഇക്കുറിയും മാറ്റമില്ലാതെ തന്നെ പറയുന്നു, തെരഞ്ഞെടുപ്പ് ഫലത്തിലേക്ക് വരുമ്പോൾ മിന്നുന്ന വിജയത്തിലേക്ക് ഇടതുമുന്നണി എത്തും, അതിൽ തൃശ്ശൂരും മിന്നുന്ന വിജയം നേടുമെന്ന് തന്നെയാണ് അദ്ദേഹം ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിക്കുന്നത്. തൃശ്ശൂരിൽ നിന്ന് ക്യാമറമാൻ ധനേഷിനൊപ്പം ഡാനി പോൾ, News 18. ഇടുക്കിയിൽ വൻ ഭൂരിപക്ഷം നേടുമെന്നാണ് LDF സ്ഥാനാർത്ഥി ജോയിസ് ജോർജിന്റെ ആത്മവിശ്വാസം. ജില്ലയിലെ ഭൂപ്രശ്നങ്ങളിലും കാർഷിക പ്രശ്നങ്ങളിലും ഉൾപ്പെടെ സ്വീകരിച്ച നിലപാടുകൾ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നും ജോയിസ് ജോർജ് പറഞ്ഞു. തെരഞ്ഞെടുപ്പ് തുടങ്ങിയപ്പോൾ മുതൽ ആളുകൾ നൽകിയ വലിയ പിന്തുണയുണ്ട്. എല്ലാ വിഭാഗം ആളുകളുടെയും ഒരു പ്രതികരണവും അവർ നൽകിയ പിന്തുണയുമൊക്കെ വലിയ തോതിൽ ആത്മവിശ്വാസം നൽകുന്ന, അത് തെരഞ്ഞെടുപ്പിൽ വോട്ടായി പ്രതിഫലിക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. നമ്മൾ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്ന് തന്നെയാണ് നമ്മളുടെ എല്ലാ തരത്തിലുള്ള വിലയിരുത്തലുകളും ഉറപ്പും. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2004 സമാനമായ സാഹചര്യമുണ്ടാകുമെന്ന് മന്ത്രി MB രാജേഷ്. എക്സിറ്റ് പോൾ അല്ല ശരിയെന്ന് നേരത്തെ തെളിഞ്ഞിട്ടുള്ളതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. 2004 സമാനമാണ് സ്ഥിതി. 2004 പ്രീപോളും എക്സിറ്റ് പോളും ഒന്നൊഴിയാതെ എല്ലാം പ്രവചിച്ചത് വാജ്പേയി വീണ്ടും അധികാരം നിലനിർത്തുമെന്നായിരുന്നു. ഇന്ത്യ ഷൈനിങ് ക്യാമ്പയിൻ നടത്തിയ ആ തെരഞ്ഞെടുപ്പിൽ ഒരു സംശയവും ഈ എക്സിറ്റ് പോളുകാർക്കോ പ്രീപോളുകാർക്കോ ഉണ്ടായിരുന്നില്ല. പക്ഷെ നമ്മൾ കണ്ടത് വെറും 138 സീറ്റിലേക്ക് അന്ന് BJP ചുരുങ്ങുന്നതാണ്. അപ്പം സാധാരണഗതിയിൽ ഒരു തെരഞ്ഞെടുപ്പ് നടന്നാൽ 2004 അനുഭവമായിരിക്കും ഉണ്ടാവുമ്പോൾ. എക്സിറ്റ് പോള് കൊണ്ട് BJP ജയിപ്പിക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ ജനങ്ങളുടെ വോട്ട് കൊണ്ട് ജയിപ്പിക്കാൻ പറ്റില്ല. എക്സിറ്റ് പോളുകളിൽ കോർപ്പറേറ്റ് താൽപര്യമെന്ന CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. തെല്ലും ആശങ്കയില്ല, മാനസികമായി ദുർബലപ്പെടുത്താമെന്ന് ആരും കരുതേണ്ട, വോട്ടർമാരുടെ സർവേയിലാണ് ഞങ്ങൾക്ക് വിശ്വാസമെന്നും ബിനോയ് പറഞ്ഞു. ആധികാരികതയും പൂർണ്ണമായിട്ടും ഞങ്ങൾക്ക് ബോധ്യമാണ്. അതിന് പകരമാകുന്നില്ല ഒരു എക്സിറ്റ് പോളും. വലിയ കോർപ്പറേറ്റ് ശക്തികൾ അവർക്കിഷ്ടമുള്ള രാഷ്ട്രീയത്തിൻ്റെ താല്പര്യാർത്ഥം അതിൻ്റെ ലക്ഷ്യം ഞങ്ങളെ ദുർബലമാക്കലാണ് മാനസികമായി. ആകെ വോട്ടർമാരുടെ 0.00000 ആൾക്കാരെ പോലും കാണാത്ത അത്രയും ചുരുക്കപ്പേരെ കണ്ടുകൊണ്ട് ഇവർ പറയുകയാണ് ഈ സമസ്ത ഇന്ത്യയിലെയും വോട്ടർമാരുടെ മനസ്സെല്ലാം അവർ വായിച്ചു എന്ന്. അത് പാളിപ്പോയ മാമാങ്കമാണെന്ന് പണ്ടും നമുക്കറിയാം. ഞങ്ങളുടെ വിശ്വാസം ജനങ്ങളിലാണ്. ഞങ്ങളുടെ സർവേ അവരോടായിരുന്നു. LDF കേരളത്തിൽ നടത്തിയ ആ സർവേ 100% പൂർണ്ണമായിരുന്നു. എല്ലാ വോട്ടർമാരെയും ഒരിക്കലല്ല പലവട്ടം കണ്ട് LDF നടത്തിയ ഒരു സർവേ ഉണ്ട്. എല്ലാ വോട്ടർമാരെയും എല്ലാ വോർഡുകളിലും പോയി. അതിൻ്റെ ബലത്തിൽ LDF പറയുന്നു ഞങ്ങൾ വിജയ പ്രതീക്ഷ മുറുകെ പിടിക്കുന്നുണ്ട്. ബാക്കിയെല്ലാം നാളെ കാണാം. ഇടവേള. തന്നെ ഈ ഡേറ്റ പ്രോസസ് ചെയ്യാൻ നമ്മുടെ സോഫ്റ്റ്വെയറിന് സാധിക്കുന്നു എന്നതുകൊണ്ടാണ് മറ്റ് ടെലിവിഷൻ ചാനലുകൾ നൽകുന്ന ഡേറ്റകളിൽ നിന്നും വിവരങ്ങളിൽ നിന്നും വ്യത്യസ്തമായ കണക്ക് പലപ്പോഴും നമുക്ക് നൽകേണ്ടി വരുന്നത്. പക്ഷേ ആധികാരികമായി ആ കണക്കിൽ നമ്മൾ ഉറച്ചു നിൽക്കുകയും ഏറ്റവും ഒടുവിൽ നമ്മൾ ഏത് വിജയിയാണോ പ്രഖ്യാപിക്കുന്നത് ആ വിജയിയിലേക്ക് മറ്റ് സ്ഥാനാർത്ഥികൾക്ക് മറ്റ് ടെലിവിഷൻ ചാനലുകൾക്ക് എത്തിപ്പെടുകയുമാണ് ചെയ്യേണ്ടി വരുന്നത്. നമുക്ക് ആവർത്തിച്ച് പറയാൻ സാധിക്കുന്നു, മറ്റ് ടെലിവിഷൻ ചാനലുകളുടേതുപോലെയുള്ള ഒരു തരത്തിലുമുള്ള അഭ്യൂഹ കണക്കുകൾ അല്ല, മറിച്ച് ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ടുള്ള കണക്കാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അങ്ങനെ നോയിഡയിൽ നിന്ന് എത്തുന്ന ഇൻപുട്ട് ആണ് തിരുവനന്തപുരത്തെ സെൻട്രൽ ഡെസ്കിലെ ഇൻപുട്ട് ഡെസ്കിലേക്ക് എത്തുന്നത്. അവിടെ ഇൻപുട്ട് ഡെസ്ക് സജ്ജമാണ്. ഇത് ഉച്ച സമയമാണ്. നമുക്കറിയാം ഈ വാർത്താ തിരക്കുകൾ കൊണ്ട്, അതായത് വാർത്താ ഡെസ്ക് ഏറ്റവും സജീവമാകുന്ന സമയത്ത് വളരെ കുറച്ച് സമയം മാത്രമാണ് നമുക്ക് വിശ്രമിക്കാൻ ലഭിക്കാറുള്ളൂ. ആ സമയത്ത് പോലും ഇവിടെ വാർത്താ ഡെസ്ക് പൂർണ്ണ സജ്ജ
സജ്ജമാണ് എന്നതാണ് എടുത്തു പറയേണ്ടത്. അങ്ങനെ ഇൻപുട്ട് ഡെസ്കിലേക്ക് എത്തുന്ന ഡേറ്റകൾ അപ്പോൾ തന്നെ പ്രേക്ഷകരിലേക്ക് ഔട്ട്പുട്ടായി എത്തുന്നു. അതായത് ടെലിവിഷൻ ചാനൽ കാണുന്ന പ്രേക്ഷകർക്ക് ടെലിവിഷനിൽ ഗ്രാഫിക്സിന്റെ സഹായത്തോടെ ശശി തരൂർ മുന്നിൽ എങ്കിൽ ശശി തരൂർ മുന്നിൽ, അത് എത്ര വോട്ടിന്, തൊട്ടു പിന്നിൽ ആരാണ്, പന്ത്യൻ രവീന്ദ്രൻ ആണോ അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖരൻ ആണോ, ഇത്തരം ഡേറ്റകൾ ആ നിമിഷം തന്നെ ഗ്രാഫിക്സ് റെപ്രസെന്റേഷനോടുകൂടി ഏറ്റവും ആധികാരികമായി ഏറ്റവും സ്ക്രീനിലേക്ക്, അതായത് ടെലിവിഷൻ സ്ക്രീനിലേക്ക് ഒരു പ്രേക്ഷകന് നോക്കിയാൽ ഏറ്റവും കൂടുതൽ ഡേറ്റകൾ കൺഫ്യൂഷൻ ഇല്ലാത്ത തരത്തിൽ എത്രയും പെട്ടെന്ന് ക്യാച്ച് ചെയ്യുന്ന തരത്തിൽ ആണ് നമ്മുടെ ഗ്രാഫിക്സ് ഡിപ്പാർട്ട്മെന്റ് ഗ്രാഫിക്സ് തയ്യാറാക്കിയിട്ടുള്ളത്. അതുൾപ്പെടെ ഏറ്റവും പെട്ടെന്ന് പമ്പ് ചെയ്യുന്ന ഔട്ട്പുട്ട് ഡെസ്ക് പ്രവർത്തന സജ്ജമാണ്. ദിവസങ്ങളായി ഇവർ തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അതോടൊപ്പം എടുത്തു പറയേണ്ടത് മഞ്ജുഷ, നമുക്ക് ടെലിവിഷൻ ചാനൽ മാത്രമല്ല ഉള്ളത്, നമുക്ക് വെബ്സൈറ്റ് ഉണ്ട്, നമ്മുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഉണ്ട്, സോഷ്യൽ മീഡിയയിലടക്കം. ഇപ്പോൾ നമുക്കറിയാം ഇത് വർക്കിംഗ് ഡേയിൽ ആണ് ഇങ്ങനെ ഒരു ഹോട്ടലിൽ നടക്കുന്നത്. അതുകൊണ്ട് എല്ലാം ഉള്ളത്. Climax Counting Day, presented by ICL FinCorp, co-presented by Berger Paints, 100 years of trust. Educational partners, IBIS Group of Educational Institutions, Indian Institute of Commerce, Lakshya, and Jain deemed to be University, Kochi. Special partners, Ajmi Steammade Puttupodi, Urban Gramin Society Gold Loan, Thompson PVC Pipe, and Indian Cooperative Credit Society Limited. വേനലവധിക്ക് ശേഷം പുതിയ അധ്യയന വർഷത്തിന് തുടക്കം. 2.5 ലക്ഷത്തിലധികം കുരുന്നുകളാണ് 1ാം ക്ലാസ്സിൽ പ്രവേശനം തേടിയത്. എളമക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സംസ്ഥാനതല പ്രവേശനോത്സവം മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പൊതുവിദ്യാഭ്യാസ മേഖലയെ കണ്ണിലെ കൃഷ്ണവടി പോലെ സംരക്ഷിക്കണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. പുത്തൻ ബാഗും കുടയും മധുരപലഹാരങ്ങളും തൊപ്പിയും വലിയ സന്തോഷത്തോടെയാണ് കുരുന്നുകളെ അക്ഷരമുറ്റത്തേക്ക് വരവേറ്റത്. വിദ്യാഭ്യാസ മന്ത്രിയും അധ്യാപകരും ചേർന്ന് കുട്ടികളെ സ്വീകരിച്ചു. ചിലർക്ക് പുതിയ കൂട്ടുകാരെ കിട്ടിയതിന്റെ സന്തോഷം, എന്നാൽ മറ്റു ചിലർക്കോ അമ്മയെ കാണാത്തതിന്റെ സങ്കടവും. അധ്യാപകർ കുട്ടികൾക്ക് പാഠപുസ്തകത്തിലെ അറിവ് മാത്രമല്ല, ലോകത്തെയും സമൂഹത്തെയും കുറിച്ചുള്ള അറിവുകൾ പകരാൻ കഴിയണമെന്ന് മുഖ്യമന്ത്രി. പൊതുവിദ്യാഭ്യാസ മേഖലയെ സംരക്ഷിക്കേണ്ടത് സമൂഹത്തിന്റെ ഉത്തരവാദിത്വമാണ്. നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസം കുട്ടിയുടെയും കുടുംബത്തിൻ്റെയും മാത്രമല്ല, അതൊരു സാമൂഹ്യ ഉത്തരവാദിത്വമാണ് എന്ന ബോധം പൊതുവെ നമ്മുടെ സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെട്ടു. അതിൻ്റെ തുടർച്ചയാണ് കോവിഡ് മഹാമാരിയുടെ കാലത്ത് നാം കണ്ടത്. പരീക്ഷാ നടത്തിപ്പിൻ്റെ ഉത്തരവാദിത്വം പോലും സമൂഹം, നാട് ഏറ്റെടുക്കുന്നതാണ് ആ ഘട്ടത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. 1, 3, 5, 7, 9 ക്ലാസുകളിൽ 10 വർഷത്തിന് ശേഷമുള്ള പാഠ്യപദ്ധതി പരിഷ്കരണമാണ് ഇത്തവണത്തെ പ്രത്യേകത. മറ്റ് ക്ലാസ്സിലെ പാഠപുസ്തകങ്ങൾ പരിഷ്കരിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി. അത്
ഇന്ത്യയിൽ ആദ്യമായി വിദ്യാർത്ഥി സമൂഹത്തിന്റെ കൂടി അഭിപ്രായം തേടിക്കൊണ്ടാണ് ആ പാഠപുസ്തകം നിർമ്മിതി നടത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ അടുത്ത വർഷം 2, 4, 6, 8, 10 ക്ലാസ്സിലെ പാഠപുസ്തകങ്ങളുടെ പ്രവർത്തനം ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. ഹയർ സെക്കൻഡറിയിലെ പാഠപുസ്തകം 20 വർഷമായി അത് പുതിയ പാഠപുസ്തകം വന്നിട്ടില്ല. ഈ അക്കാഡമിക് ഇയറിൽ ഹയർ സെക്കൻഡറിയിലെ പാഠപുസ്തകവും പുതിയ പാഠപുസ്തകം നിർമ്മിക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളമുള്ള ആലോചന പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ കയ്യിലുണ്ടെന്ന കാര്യം ഞാൻ സൂചിപ്പിക്കുകയാണ്. 223 ദിവസമുള്ള അക്കാദമിക് കലണ്ടർ പി രാജീവ് പ്രകാശനം ചെയ്തു. മറ്റ് ജില്ലകളിലും മന്ത്രിമാർ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ ആഘോഷങ്ങൾ കഴിഞ്ഞു. ഇവരിനി പഠിച്ചും ചിരിച്ചും കളിച്ചും ഒന്നിച്ചു മുന്നേറട്ടെ, നല്ലൊരു നാളേക്കായി. ക്യാമറാമാൻ മനോജ് കുമാറിനോടൊപ്പം നവമി ദിനേശ്, ന്യൂസ് 18 കൊച്ചി. അധ്യാപിക എത്താൻ വൈകിയതിനാൽ പ്രവേശനോത്സവം വൈകി. പത്തനംതിട്ട തിരുവല്ല ഗവൺമെന്റ് പ്രീ പ്രൈമറി സ്കൂളിലാണ് സംഭവം. ഏകാധ്യാപിക വിദ്യാലയത്തിന്റെ പുതുതായി നിയമനം ലഭിച്ച അധ്യാപിക എത്താത്തതിനെ തുടർന്നാണ് സ്കൂളിൽ പ്രവേശനോത്സവം വൈകിയത്. 27 കുട്ടികൾ സ്കൂളിലുണ്ട്. രാവിലെ 9:30ക്കാണ് തിരുവല്ല ഗവൺമെന്റ് പ്രീ പ്രൈമറി സ്കൂളിൽ പ്രവേശനോത്സവം നടക്കേണ്ടിയിരുന്നത്. രാവിലെ തന്നെ കുരുന്നുകളും രക്ഷിതാക്കളും എത്തി. അധ്യാപിക കാത്തിരുന്നെങ്കിലും ഉച്ചയോടെയാണ് അവരെത്തിയത്. നിയമനത്തിൽ നടപടിക്രമങ്ങൾക്കായി വിദ്യാഭ്യാസ ഉപഡയറക്ടറുടെ ഓഫീസിൽ പോയതാണ് വൈകാൻ കാരണമെന്നാണ് അധ്യാപികയുടെ വിശദീകരണം. ബാർക്കോഴ വിവാദത്തിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്നത് തുരുമ്പിച്ച ആയുധമെന്ന് എം പി രാജേഷ്. ടൂറിസം വകുപ്പ് എക്സൈസ് വകുപ്പിൽ കൈകടത്തിയിട്ടില്ലെന്നും പ്രതിപക്ഷം കുറച്ച് നല്ല ആയുധങ്ങളുമായി വരട്ടെയെന്നും എം പി രാജേഷ് പറഞ്ഞു. 2004 പ്രീ പോളും എക്സിറ്റ് പോളും ഒന്നൊഴിയാതെ എല്ലാം പ്രവചിച്ചത്. മൂന്നാർ ഗ്യാപ്പ് റോഡിൽ അപകടകരമായ കാർ ഓടിച്ച ഒരു സംഘം. കാറിനുള്ളിൽ നിന്ന് തല പുറത്തിട്ട് ഡോറിലിരുന്നായിരുന്നു ഇവരുടെ യാത്ര. പലപ്പോഴും റോഡിന്റെ വലതുവശത്തുകൂടിയാണ് ഇവർ വാഹനം ഓടിച്ചത്. മോട്ടോർ വാഹന വകുപ്പ് ഉടുമ്പൻചോല വിഭാഗം അന്വേഷണം ആരംഭിച്ചു. യൂട്യൂബർ സഞ്ജു ടെക്കിക്കെതിരെ കേസെടുത്തു. RTOയുടെ പരാതിയെ തുടർന്ന് മണ്ണഞ്ചേരി പോലീസാണ് കേസെടുത്തത്. സഞ്ജു ടെക്കിക്കും കൂട്ടുകാർക്കുമെതിരെയാണ് കേസ്. അപകടകരമായ രീതിയിൽ വാഹനം ഓടിച്ചു, പൊതുജനങ്ങളുടെ ജീവന് ഭീഷണി ഉണ്ടാക്കൽ എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് കേസ്. പത്തനംതിട്ട റാന്നിയിൽ സ്കൂളിലേക്ക് അമിത ശബ്ദത്തോടെ വാഹനം ഓടിച്ചു കയറ്റിയവർ പിടിയിൽ. റാന്നി സ്വദേശികളായ അജ്മൽ, നജമുദ്ദീൻ എന്നിവരെയാണ് റാന്നി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പത്തനംതിട്ട റാന്നി MS ഹയർ സെക്കൻഡറി സ്കൂളിലേക്കാണ് കാർ ഓടിച്ചു കയറ്റിയത്. പാലക്കാട് തൃശൂർ ദേശീയപാതയിൽ ചിതലിയിൽ ബസ്സും ലോറിയും കൂട്ടിയിടിച്ച് അപകടം. തമിഴ്നാട്ടിൽ നിന്ന് എറണാകുളത്തേക്ക് പോവുകയായിരുന്ന ലോറിയും ബംഗളൂരുവിൽ നിന്ന് വരികയായിരുന്ന സ്വകാര്യ ബസ്സുമാണ് കൂട്ടിയിടിച്ചത്. ഇവയുടെ ആഘാതത്തിൽ ലോറി തലകീഴായി മറിഞ്ഞു. ബസ്സിന്റെ മുൻവശം തകർന്നു. പുലർച്ചെ 4 മണിയോടെയാണ് അപകടം. അപകടത്തിൽ ആർക്കും പരിക്കില്ല. സ്വർണം വെള്ളി നിരക്കുകൾ നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 6585, പവന് 52,680. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 5495, പവന് 43,960. വെള്ളി ഗ്രാമിന് 96, കിലോഗ്രാമിന് 96,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.